നമ്മുടെ മറ്റേ പുള്ളി ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ പുള്ളി ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്ത്രീയെ പരമാവധി അധിക്ഷേപിച്ചും കളിയാക്കിയും ഒക്കെയാണ് പുള്ളി. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഗുണ്ടകളെ കുറിച്ച് നിരന്തരം എന്റെ വീട്ടിൽ ഗുണ്ടകൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ് ഗുണ്ടകൾ വന്നു, അവൻ പേടിച്ചുപോയി. പുള്ളി പറയണം അവൻ പേടിച്ചുപോയി. ആക്ച്വലി ഈ കുറ്റം പറയുന്നത് ഈ ആരാധന മറച്ചു വെക്കാനുള്ള ഒരു സൂത്രമാണ്. സ്ത്രീ പിന്നെ പുള്ളി സ്ത്രീയുടെ പിതൃക്കളെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ പുള്ളി പറയുന്നത് സ്ത്രീയുടെ പിതൃക്കളെ കുറിച്ച് സ്ത്രീ എന്ത് പറയുന്നു, അതിനുവേണ്ടി അവരിങ്ങനെ ആശ്രമത്തിനെ അധിക്ഷേപിക്കുന്നവർക്ക് ആശ്രമ പരിചയം ഇല്ലാത്തവരാണ് അവരെന്ന് സ്ത്രീ ഇങ്ങനെ പറഞ്ഞല്ലോ. അത് വെച്ചിട്ട് പുള്ളി തിരിച്ചു പറയുന്നത് വെച്ചാല് ഇങ്ങനെ ഇപ്പൊ അതായത് നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ കുടുംബജീവിതവും ഒക്കെ വെച്ചുകൊണ്ട് പറയുന്ന വെച്ചാൽ അപ്പൊ ഇതാണോ ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്നതാണോ നിന്റെ ആശ്രമ പരിചയം എന്ന് പറഞ്ഞു. സ്ത്രീ നമ്മുടെ ശിഷ്യപൂജിതയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ കാര്യവും പിന്നെ ഒരു ആൾക്ക് മാനസിക രോഗത്തിന് ഇവിടെ മരുന്നും കൊടുത്തു. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ ശ്രീ നമ്മുടെ മറ്റേ പുള്ളി ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ പുള്ളി ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്ത്രീയെ പരമാവധി അധിക്ഷേപിച്ചും കളിയാക്കിയും ഒക്കെയാണ് പുള്ളി ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആരോപണങ്ങളും ഒക്കെ പറയുന്നുണ്ട്. സ്ഥിരം പറയുന്നതും ഇപ്പൊ ഇത്തിരി കടുപ്പം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ശ്രീ അതിന് മറുപടി പറയുന്നോ അതോ നമ്മള് പുതിയ ടോപ്പിക്കിലേക്ക് പോകുന്നോ? എന്താ നമുക്ക് ഈ ഒരു വീഡിയോയില് ശ്രീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഏതായാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഈ സീരീസ് നിർത്താം. കാരണം അദ്ദേഹം ഇങ്ങനെ തരം താഴ്ന്നുകൊണ്ടേ ഇരിക്കുകയാണ്, പല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പേഴ്സണലായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് തരം താഴുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയം ആധ്യാത്മിക രംഗത്തൊക്കെ വരുമ്പോൾ നമുക്കൊരു ലിമിറ്റുണ്ട്. കൂടാതെ നമ്മൾ നമ്മുടെ ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയൊക്കെ പാലിച്ച് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നതിനും അല്ലെങ്കിൽ വീണ്ടും മറ്റ് നടപടികളിലൊക്കെ സ്വീകരിക്കുന്നതിനും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നമുക്ക് അതിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ വളരെ അധിക്ഷേപിച്ചും വളരെ നമ്മളെ അപമാനിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടിട്ട് ഇളകി നമ്മൾ വയലൻ്റായി നമ്മൾ സംസാരിച്ച് നമ്മളൊരു കോമാളിയായി മാറും. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കാര്യം ഒരു വഴക്കാളിയാണ്. ഞാൻ പല സ്ഥലത്തും ഈ പല വമ്പന്മാരുമായിട്ടൊക്കെ തർക്കിച്ചും വഴക്കൂടിയിട്ടൊക്കെ ഉണ്ട്. അതെല്ലാം വളരെ ഉചിതമായ ആവശ്യമുള്ള സാഹചര്യത്തിലാണ്, വളരെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ എന്നെ ആരും പ്രൊവോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാനങ്ങനെ ഇളകുന്നൊന്നുമല്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഞാൻ ഇളകണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഇളകും, അല്ലെങ്കിൽ ഞാൻ വഴക്ക് കൂടണം, അല്ലെങ്കിൽ എന്ത് കാര്യവും അത് ഞാൻ തീരുമാനിക്കണം. ഞാൻ വഴക്ക് കൂടണമോ എന്ത് രീതിയിൽ പെരുമാറണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ്. എൻ്റെ സ്വിച്ച് ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടില്ലേ. ഇപ്പോൾ മറ്റുള്ളവർ എന്നെ പ്രൊവോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെ ഇളക്കാൻ ശ്രമിക്കുകയോ എന്നെ പരിഹസിക്കുകയോ എന്ത് ചെയ്തെന്നും പറഞ്ഞൊന്നും ഞാൻ ഇളകില്ല. ഞാൻ ഇളകണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കണം, ഞാൻ ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ എന്താണ് ഉചിതമായിട്ട് ഞാൻ പെരുമാറേണ്ടത് അത് എനിക്ക് എൻ്റെ ആത്മബോധത്തിൽ നിന്ന് തോന്നണം. അപ്പം ഇദ്ദേഹം ഇവിടെ ഒരു പ്രകടനം, ഒരു നാടകം കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികളോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് അവരാണ് ഈ വീഡിയോ എടുത്ത് കേൾപ്പിച്ചു തന്നത്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ പുള്ളി ചാച്ചൻ പറയുന്ന വിഷയങ്ങളൊന്നും അതിൻ്റെ ഒരു തലത്തിലല്ല, അദ്ദേഹം വേറൊരു തലത്തിലാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഇത് കേൾപ്പിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു കഥാപ്രസംഗം കാണുന്ന പോലെ അല്ലെങ്കിൽ ഓട്ടം തുള്ളലൊക്കെ കാണുന്ന പോലെയാണ് ഞാനതിനെ കണ്ടത്. കാര്യം ഇങ്ങനെ ഒരാൾ ഭയങ്കര ഷോ, അതായത് പുള്ളിയെ സംബന്ധിച്ചില്ല ഇപ്പോഴത്തെ യൂട്യൂബിലൊക്കെ പരസ്പരം എടാ പോടാ ഞാൻ ആരാണെന്ന് അറിയാമോ, നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞുള്ള സിനിമ സ്റ്റൈൽ. അപ്പോൾ ആ പുള്ളിക്ക് ഒരു സിനിമ സ്റ്റൈലായിട്ട് ഈ കാണികളെല്ലാം ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തോ ഒരു ഹീറോയിസം പോലെ തോന്നുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വെല്ലുവിളികളും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നു. അപ്പം നമുക്ക് ഇതെല്ലാം കണ്ടെന്നും പറഞ്ഞ് നമുക്കിപ്പോൾ അതേപോലെ കിടന്ന് ഇളകി നമുക്ക് തരം താഴ്ന്നൊക്കെ സംസാരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ സമചിത്തതയോടുകൂടി നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അയാൾ ചോദിക്കുന്നു ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അപ്പം ഇപ്പോൾ ഇയാൾ ആരായാൽ എനിക്കെന്ത്? ഇപ്പോൾ ഇയാൾ ഏറ്റവും ഉന്നതനോ ചെറ്റയോ നല്ലവനോ ചീത്ത എന്തായാലും എനിക്കെന്ത്? എന്നെ സംബന്ധിച്ച് ആരെന്തായാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് പറയണമെന്നോ അല്ലെങ്കിൽ പ്രതികരിക്കണമെന്നുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ ആ പ്രവൃത്തിയെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അല്ല ആരെന്തായാലും എനിക്കെന്ത്? അത് നിങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങൾക്ക് കൊള്ളാം. അതുകൊണ്ട് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ എന്താ മറ്റേതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ ഇളക്കിയതുകൊണ്ട് ഇളകിയതാണ്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു
ഇദ്ദേഹം തെറി വിളിക്കുകയും മറ്റൊരു കുറ്റാരോപണം ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നന്നായിട്ടുണ്ട്, മാന്യമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ ഇങ്ങനെയാണടാ എന്ന് പറഞ്ഞില്ല. കുട്ടികളുണ്ടല്ലോ, ബാലിശ്യമായ പെരുമാറ്റമാണ്. അതായത് കുട്ടികൾ നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ നേരെ വിപരീതം കാണിക്കുന്ന ചില തർക്കുത്തരമുള്ള കുസൃതി കുട്ടികളുണ്ടല്ലോ, ആ മാനസികാവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ മാറിയിട്ടില്ലടാ, ഞാൻ എത്ര ചെറ്റയാണ് നിനക്കറിയാമോ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് പുള്ളി ഇപ്പോൾ ആ താത്വിക ആചാര്യൻ്റെ മൂടുപടമൊക്കെ മാറ്റി വെച്ചിട്ട് പുള്ളിയുടെ തനി സ്വഭാവത്തിൽ പെരുമാറി. അപ്പം ഞാൻ പറഞ്ഞു, കുറഞ്ഞ പക്ഷം ഒരാളെ അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവത്തിൽ പെരുമാറാനെങ്കിലും എനിക്ക് സാധിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് നന്നായി. അപ്പം നമ്മുടെ തനി സ്വഭാവത്തിൽ പെരുമാറിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ മെച്ചപ്പെടണം, അല്ലാതെ അഭിനയിച്ചുകൊണ്ടല്ല. നമ്മൾ തനി സ്വഭാവത്തിൽ വന്നിട്ട് ആ തനി സ്വഭാവത്തെ നമ്മൾ യഥാർത്ഥത്തിൽ പടിപടിയായിട്ട് മാറ്റണം. അതാണ് ആധ്യാത്മികത. അല്ലാതെ അഭിനയിച്ച ഒരു താത്വിക ആചാര്യനെ പോലെ അഭിനയിച്ചെന്ന് പറഞ്ഞ് നമ്മൾ താത്വിക ആചാര്യനാവില്ല. ഇനി അതിൽ മറ്റൊരു കാര്യം, പുള്ളി ഒരു പച്ച കള്ളം പറഞ്ഞിരിക്കുകയാണ്. അതായത് എന്താ ആശ പറഞ്ഞത്, ആ പുള്ളി എന്താണ് പറഞ്ഞത്? ശ്രീ അയാള് പച്ചക്കറി സ്റ്റാളിൽ വെച്ച് കണ്ടപ്പോ ശ്രീ ഓടിച്ചത് അയാളുടെ കൈ പിടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പറഞ്ഞെന്ന്, കൺഗ്രാചുലേഷൻസ്, അണ്ണന് സാധിച്ചല്ലോ. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ എന്റെ വീട്ടിൽ ഗുണ്ടകൾ വന്നു, പക്ഷെ അണ്ണന് എന്നാലും നല്ല ധൈര്യമുള്ള ആള് തന്നെ എന്നൊക്കെ പറഞ്ഞ് ശ്രീ അപ്രിഷ്യേറ്റ് ചെയ്തു പോലും പുള്ളിയെ. കണ്ട ഒരു പച്ചക്കള്ളം. അപ്പൊ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പുള്ളി എല്ലാം ഇതുപോലെ പച്ചക്കള്ളം. കാര്യം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എന്ത് പച്ചക്കള്ളവും പറയാൻ മടിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇത് കണ്ട മറ്റൊരു പച്ചക്കള്ളം ഫ്രെയിം ചെയ്ത് സംസാരിച്ചിരിക്കുന്നു. ഇപ്പൊ ആദ്യകാലത്തൊക്കെ ഇയാൾ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ, കാര്യം എനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്തൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി മനുഷ്യ സഹജമായ ജീവിതത്തിൽ ആരുടെയെങ്കിലും കുറ്റവും കുറവുകളും എന്തൊക്കെ ഇഷ്യൂസ് ഇയാൾക്ക് നേരിട്ടിട്ടുണ്ടോ അറിയില്ല. പക്ഷെ ഇതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഫ്രെയിം ചെയ്ത്, കാര്യം അവനവൻ്റെ കാര്യം വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കംപ്ലീറ്റ് കള്ളത്തരം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് സംസാരിക്കാൻ ഒരു മടിയില്ല. സിറ്റുവേഷൻസ് കള്ളത്തിൽ ഉണ്ടാക്കി പറയുന്നു. ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പുള്ളിയുടെ ഒരു സ്വപ്നമായിരുന്നു അത്. അതായത് ഞാൻ പുള്ളിയെ ചെന്ന് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുള്ളത് പുള്ളിയുടെ ഒരു സ്വപ്നമാണ്. കാര്യം പുള്ളി ആഗ്രഹിക്കുന്ന അതാണ്. പക്ഷെ ആ സ്വപ്നം പറയുന്നു. അതായത് എനിക്ക് തോന്നുന്നു പുള്ളി എന്നെയാണ് ആരാധിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം എന്നെ വന്ന്, കാര്യം അന്നത്തെ ആ സമയത്ത് പുള്ളി ഇതേപോലത്തെ വീഡിയോ ഒന്നും എടുത്ത്, അല്ലെങ്കിൽ ഇതേപോലെ പുള്ളി അവിടെ ജോലി ചെയ്യുന്ന സമയമാണ്. ഞാനാണ് ആ സമയത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ എന്നെ കണ്ട് എന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പുള്ളിക്ക് തോന്നിക്കാണും. അപ്പോൾ പുള്ളി അത് സ്വയം പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോൾ പുള്ളി ഇപ്പോൾ സമ്മതിക്കില്ല, എല്ലാവരും ചോദിക്കും കുറ്റം പറയല്ലേ ചെയ്യുന്നത്. ആക്ച്വലി ഈ കുറ്റം പറയുന്നത് ഈ ആരാധന മറച്ചു വെക്കാനുള്ള ഒരു സൂത്രമാണ്. അത് ഞാൻ മനഃശാസ്ത്രമാണ് പറയുന്നത്, അല്ലാതെ ഈ എവർ പറയുന്ന പോലെ ചുമ്മാ സൂപ്പർഫിഷ്യലായിട്ട് സംസാരിക്കുന്നില്ല. അതായത് നമ്മളെ സ്തുതിക്കുന്നവരും നമ്മളെ കുറ്റം പറയുന്നവരും സത്യത്തിൽ നമ്മളെ ബഹുമാനിക്കുന്നവർ തന്നെയാണ്. അവർ മനസ്സുകൊണ്ട്, അതായത് നമ്മുടെ ആത്മബോധത്തിൽ നിന്ന് ഒരു വ്യക്തിയെക്കുറിച്ച്, അയാളുടെ പ്രവൃത്തിയെക്കുറിച്ച് നല്ലതായിട്ട് തോന്നുമ്പോൾ നല്ല മനസ്സുള്ളവർ നമ്മളെ സ്തുതിക്കും, നല്ല സ്തുതിയായിട്ട് നല്ല കാര്യങ്ങൾ പറയും. അതേസമയം മോശം മനസ്സുള്ളവർ, ആത്മാവിൽ നിന്ന് ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ മോശം മനസ്സുള്ളവർക്ക്, അതായത് അസൂയയും കുശുമ്പും ദേഷ്യവും പകയൊക്കെ ആയിട്ടുള്ള മോശം മനസ്സുള്ളവർക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് ഇറിറ്റേഷൻ വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മളെ കുറ്റപ്പെടുത്തും, പരിഹസിക്കും, പുച്ഛിക്കും, നമ്മളെ കണ്ടില്ലാത്ത പോലെ നടിക്കും, അപമാനിക്കും. അതായത് എങ്ങനെ നോക്കിയാലും ഈ ലോകം സ്നേഹത്തിൻ്റെ ലോകമാണ്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പല പല ഡിഗ്രിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഇങ്ങനെ കാണിക്കപ്പെടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പ്യുവറായിട്ടുള്ള മനുഷ്യർ നല്ല സ്വഭാവത്തിൽ സ്നേഹത്തിൽ കാണിക്കും, മറ്റുള്ളവർ ഇതേപോലെ പുച്ഛിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഇങ്ങനെ കളിയാക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഒരു ആരാധനയുടെ ഒരു പ്രകടനം തന്നെയാണ്, ഓരോരുത്തരുടെ മാനസിക നിലവാരം അനുസരിച്ച്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ വിമർശിക്കുകയോ ഒന്നുമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വ്യക്തികളെ അല്ല, ഞാൻ പ്രവൃത്തികളെ, അതായത് ഓരോ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തി എത്രമാത്രം ദോഷമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ കാര്യം എന്താണ്, ഇതിനെ വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതേപോലുള്ള പ്രവൃത്തികളെ എടുത്തു വെച്ച് വിശദീകരിക്കാൻ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സിൻ്റെ രണ്ട് സ്വഭാവങ്ങളാണ് ഈ കുറ്റപ്പെടുത്തലുകളും സ്തുതിക്കലും. അത് മനസ്സിൻ്റെ രണ്ട് സ്വഭാവങ്ങളാണ്. ആത്മബോധത്തിൽ എത്തിയവനെ സംബന്ധിച്ച് നിസ്സംഗതയും സ്നേഹവുമാണ്. എല്ലാ ജീവജാലങ്ങളോടും അവരുടെ ജീവഭാവത്തിൽ വന്നിട്ട് നിസ്സംഗതയും സ്നേഹവും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന നിനക്ക് കുറ്റപ്പെടുത്തലോ ഈ സ്തുതിക്കലോ രണ്ടുമില്ല ആത്മബോധത്തിൽ വരുന്നവർക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രവൃത്തികളെയാണ് വിമർശിക്കുന്നത്, ഞാൻ വ്യക്തികളെ ആരെയും വിമർശിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം ഇത്രയും ബാലിശമായ അദ്ദേഹത്തിൻ്റെ സ്വപ്നം, അദ്ദേഹത്തിന് ചെന്ന് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, എന്തൊരു നല്ല ഭാവനാത്മകമായ സ്വപ്നം. എന്നിട്ട്
അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഗുണ്ടകളെ കുറിച്ച് നിരന്തരം എൻ്റെ വീട്ടിൽ ഗുണ്ടകൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ് ഗുണ്ടകൾ വന്നു, അവൻ പേടിച്ചുപോയി. പുള്ളി പറയണം അവൻ പേടിച്ചുപോയി. അപ്പൊ എന്താ, പുള്ളി എൻ്റെ മനസ്സിൽ അന്തർയാമിയായിട്ട് ഇരുന്ന് അങ്ങ് പേടിച്ചു പോയി എല്ലാം കണ്ടുപിടിച്ചോ. അപ്പം ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇനി പേടിച്ചാൽ എന്താ കുഴപ്പം? ഇപ്പോൾ മനുഷ്യർ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ വന്നാൽ, ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ പേടിച്ചു പോയാൽ എന്താണ് കുഴപ്പം? പേടിയൊക്കെ മനുഷ്യ സഹജമായ സ്വാഭാവികമായ കാര്യങ്ങളല്ലേ. ഈ പേടി, ഭയം, ഇദ്ദേഹം എന്താണ്, എല്ലാവരും ഈ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന സിനിമാറ്റിക് സ്റ്റൈലാണോ? പുള്ളി ഒരു സിനിമാറ്റിക് ജീവിതമാണ്. ബാലിശമായിട്ട് ഈ കുട്ടികളെ പോലെ എല്ലാ സിനിമാറ്റിക് ഹീറോയിസം എന്നൊക്കെയാണ് പുള്ളി വിചാരിക്കുന്നത്. നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ഒരു തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇനി ഈ പർട്ടിക്കുലർ കേസിൽ ഞാൻ പേടിച്ചില്ല. അതിൻ്റെ കാരണം എന്താണ്? ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. പേടിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ സമീപിക്കും, ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ പല രീതിയിൽ എന്നെ സമീപിക്കും. അപ്പോൾ ഇത് പരസ്പരം സംസാരിച്ച് അവിടെ ഒത്തുതീർപ്പാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിൽ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അത് വിമർശനമാണ്, അതൊരു സതുദ്ദേശത്തിലാണ് ഞാൻ ചെയ്തത്, വളരെ സതുദ്ദേശത്തിലാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വന്നവരെ സംബന്ധിച്ച് ഇയാൾ ഗുണ്ടകൾ എന്ന് പറയുന്നത് എത്ര മോശകരമായി ആശ്രമത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി കരുതി കൂട്ടി പടച്ചു വിടുന്നു. എവിടെ ഗുണ്ടകൾ? എൻ്റെ തന്നെ സുഹൃത്തുക്കളായ എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ശാന്തി മഹിമ പ്രവർത്തകർ, നമ്മൾ സ്ഥിരം കാണുന്ന എൻ്റെ സഹോദരന്മാരെ പോലുള്ള എൻ്റെ കൂട്ടുകാരെ പോലെ കാണുന്ന കൊച്ചു കുട്ടികൾ കുറച്ച് പേരാണ് വന്നത്. അവരെ ആണെങ്കിലോ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, ഞാൻ ഗുരുവിനെതിരെ സംസാരിക്കുന്നു. അവരെൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വായിച്ചിട്ടില്ല. ചെറുപ്പക്കാരായ കുട്ടികൾ ഞാൻ എഴുതിയൊന്നും വായിച്ചിട്ടില്ല. അപ്പോൾ അവരാരോ തെറ്റിദ്ധരിപ്പിച്ചു ഞാൻ ഗുരുവിനെതിരെ. അപ്പോൾ ഗുരുവിനെതിരെ സംസാരിക്കുന്നു എന്ന് വന്നാൽ, ആശ്രമത്തിനെതിരെ, പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കുന്നു എന്ന കൊച്ചുകുട്ടികൾ ഇടപെടണ്ടേ? ചെറുപ്പക്കാർ അവർ തീർച്ചയായിട്ടും അവർ സംസാരിക്കാൻ വന്നതാണ്. അവർ ഗുണ്ടായിസം കാണിക്കാൻ വന്നതല്ല. അവരെൻ്റെ വീട്ടിൽ വന്നൊരു ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ കൊച്ചു കുട്ടികളാണ്, ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിനിടയിൽ 2 പേര് ഒത്തിരി ദേഷ്യപ്പെട്ട് വികാരാധീനനായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ അവനെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, അനിയ, ഇങ്ങനെ ഒരു ആൾക്കൂട്ടമാകുമ്പോൾ നമുക്കിങ്ങനെ ദേഷ്യം വരും, ഭയങ്കര വയലൻസ്, ധൈര്യമൊക്കെ വരും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ഇങ്ങനെ ദേഷ്യമൊന്നും വരില്ല. ഇവിടെ ദേഷ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്താണ് നിൻ്റെ പ്രശ്നം, എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് അവസാനം പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അപ്പോൾ ഈ പോസ്റ്റ് പിൻവലിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇതേപോലുള്ളൊരു പോസ്റ്റ് പിൻവലിക്കണമെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരാളെടുക്കുന്ന കാര്യമാണ് കറക്റ്റ് തീരുമാനമൊന്നുമില്ല. നമുക്കൊരു കൂട്ടത്തിൽ എല്ലാവരുമായിട്ട് ചേർന്ന് ഒരു സമവായമായിട്ട്, കാര്യം നമ്മളിത് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശം നമുക്കറിയാമല്ലോ, നന്മയിലേക്ക് ഒരുമയിലേക്ക് വരണമെന്നല്ലേ ഉദ്ദേശം, അല്ല ഞാൻ ജയിക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ലല്ലോ ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു സമവായം എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ചെയ്യാം, വേണമെങ്കിൽ അത് പിൻവലിക്കാം. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളിത് നിർബന്ധിച്ചാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സം വരും, അത് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അപ്പോൾ അവർ പറഞ്ഞു അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവർ വിചാരിക്കുന്നു ഇത് ഗുരുവിൻ്റെ കർമ്മമാണ്, അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നന്മയെ വരും. അപ്പം ഞാൻ പറയുന്നു ഇത് ഞാൻ ചെയ്യുന്നത് ഗുരുവിൻ്റെ കർമ്മമാണ്, നിങ്ങൾക്കിതിൻ്റെ വലിപ്പം അറിഞ്ഞൂടാ, നിങ്ങളിതൊന്നും വായിച്ചിട്ടുമില്ല എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. എന്തായാലും അവസാനം നമ്മൾ നല്ല സുഹൃത്തുക്കളെ പോലെ നമ്മളെല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ഞാൻ അവരെ യാത്രയാക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇയാൾ ഗുണ്ടാ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനെയും നല്ല കാര്യങ്ങളെ മൊത്തം വളച്ചൊടിക്കുന്ന ഒരു സ്വഭാവം. എന്നാൽ ഞാൻ ഇതിന് ശേഷം മറ്റൊരു രീതിയിൽ ഇതെല്ലാം എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. കാര്യം നമ്മൾ ഈ തുടങ്ങി വെച്ച പ്രവൃത്തിയുടെ ഒരു കൾമിനേഷൻ, അത് യഥാർത്ഥമായ ഒരു ചർച്ച അവിടെ സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ആ ചർച്ചയ്ക്ക് വേണ്ടി ഞാനിത് എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. അവസാനം ആദരണീയനായ സ്വാമി എന്നെ നേരിട്ട് വിളിച്ച് നമ്മൾ പരസ്പരം സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാനിത് എന്തിനാണ് എഴുതുന്നത്, ഞാൻ പറഞ്ഞു, സ്വാമി ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ വിശ്വാസ സമൂഹത്തിലുള്ളവരുടെയൊക്കെ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ പ്രചാരണ സ്വഭാവത്തിൽ മാത്രം പോയാൽ പലപ്പോഴും ഒരുപാട് പരാതികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂക്ഷിക്കണം. ഇത് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു വിമർശന സ്വഭാവത്തിൽ ഇത്രയും തീവ്രമായിട്ട് എഴുതിയത്. കൂടാതെ ഇങ്ങനെ ആശ്രമത്തിനെ റോങ് ആയിട്ടുള്ള, അതായത് തെറ്റായ മനസ്ഥിതിയിലുള്ള റോങ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള മനുഷ്യർ മറ്റൊരു രീതിയിൽ വിമർശനാത്മകമായി എഴുതി നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും
അവരുടെ ആ ഒരു ഡയറക്ഷൻ ഒന്ന് തെറ്റിക്കാനും. കാര്യം അവർ മാനസികമായ ഒരു പൈശാചികമായ റോങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അവരിങ്ങനെയൊക്കെ നമ്മൾ എഴുതുമ്പോൾ അവർ വരുമ്പോൾ അവരോടും സംസാരിക്കാം, ആധ്യാത്മികമായ ഇതിൻ്റെ അടിത്തറ പറഞ്ഞു കൊടുക്കാം. എന്തിന് ആ സമയത്ത് ഈ ഫേസ്ബുക്കിൽ ഇതിനെല്ലാം ലീഡ് ചെയ്തിരുന്ന ശ്രീ അബു എന്ന് പറയുന്ന വ്യക്തി എന്നോട് സംസാരിച്ചതിന് ശേഷം അഭിവന്ദ്യ ശിഷ്യപൂജിതയെ വന്ന് കണ്ട് മാപ്പ് പറയുക വരെ ചെയ്തു. അപ്പോൾ ഞാൻ ഈ അർത്ഥത്തിൽ എല്ലാത്തിനെയും ഒന്നിപ്പിക്കണം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാനിത് ചെയ്തതെന്ന് ഞാൻ സ്വാമിയോട് പറഞ്ഞു. സ്വാമി അദ്ദേഹത്തിൻ്റെ പ്രവർത്തിച്ചു വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് ഇതിനെ കൊണ്ടുപോകാനുള്ള തടസ്സങ്ങൾ, മറ്റു മനുഷ്യരെ എല്ലാത്തിനെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഇഷ്യൂസ്, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം ഇതെന്ത് ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് ദുരുപയോഗം ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് എന്നോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതൊരു ഒത്തുതീർപ്പിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വിഷയം അവിടെ വിട്ടു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെക്കൊണ്ട് ഒരു മനുഷ്യനെന്ന രീതി ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. ഇനി ഗുരു നോക്കട്ടെ. കാര്യം ഗുരുവിൻ്റെ പ്രസ്ഥാനം, ഗുരു ഇതിന് കാവലായിട്ട് നിൽക്കുന്നു. ഗുരു എല്ലാ കാലത്തും ഗുരുവിൻ്റെ ആത്മസ്വരൂപങ്ങളും തപശക്തികളും എല്ലാം ഇതിന് കാവലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് പേടിക്കണം? എക്കാലവും നമുക്കിതൊരു സത്യമായിട്ട് പോകേണ്ട പരമ്പരയാണെന്നുള്ളൊരു വാക്കിരിക്കുമ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം? ഇപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഗുരു, ശിഷ്യപൂജിത എന്നിങ്ങനെയൊക്കെ പല രീതിയിൽ കാണുമ്പോൾ എനിക്ക് ഒറ്റ ഗുരുവേ ഉള്ളൂ. എൻ്റെ ഗുരു ആ പ്രകാശ സ്വരൂപനായ നവജ്യോതിയായിട്ടുള്ള ആ പരമ ചൈതന്യമായിട്ടുള്ള സത്യമായിട്ടുള്ള ദൈവം, ആ ഏകം സത്യമായിട്ടുള്ള ആ ദൈവമാണ് എന്നെ സംബന്ധിച്ച് ഒറ്റ ഗുരു. ആ ഗുരുവിൻ്റെ നവജ്യോതി നമ്മുടെ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിലൂടെ നമുക്ക് ഗുരുവായിട്ട് അനുഭവപ്പെട്ടു. ഇപ്പോൾ ശിഷ്യപൂജിത ജന്നിയിലൂടെ നമുക്ക് അതേ ഗുരുവിൻ്റെ ആ പ്രകാശം നമുക്ക് കിട്ടുന്നു. ഈ ഗുരു, ഈ നവജ്യോതിയായിരിക്കുന്ന പ്രകാശ ഗുരു എക്കാലം ഈ പരമ്പരയിൽ ഉണ്ടാകും. അത് അതാത് കാലത്തെ മനുഷ്യ സ്വരൂപങ്ങളിലൂടെ. ഇതാണ് എൻ്റെ അനുഭവം. അല്ലെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഗുരുവിൻ്റെ ശരീരത്തിനെയും മനസ്സിനെയോ അല്ലെങ്കിൽ ശിഷ്യപൂജിതയുടെ ശരീരത്തിനെയും മനസ്സിനെയോ അല്ല ഞാൻ ഗുരുവായിട്ട് കാണുന്നത്. ഞാൻ ഈ പ്രകാശ സ്വരൂപിയായ നവജ്യോതിയായ പ്രകാശ ചൈതന്യത്തെ, ആ ചൈതന്യത്തെ ആരൊക്കെ ടച്ച് ചെയ്യുന്നോ, ഓരോ തലമുറയിലും ഏത് മനുഷ്യ വ്യക്തിത്വങ്ങൾ ഈ പ്രകാശ ചൈതന്യത്തെ, അത് പ്രേത സ്വഭാവത്തിലല്ല, ഈ പ്രകാശ ചൈതന്യമാണ് നമ്മളെല്ലാ ജീവാത്മാക്കളുടെയും കേന്ദ്രബിന്ദു. നമ്മൾ ഈ സമസ്ത സൃഷ്ടിയിലുള്ള സകല ജീവചൈതന്യങ്ങളുടെയും കേന്ദ്ര ബിന്ദുവും ആത്മബോധവും ഈ പ്രകാശ ജ്യോതിയായിട്ടിരിക്കുന്ന ആ നവജ്യോതിയായിരിക്കുന്ന ഏകം സത്യമായ ദൈവമാണ്. അത് പലതില്ല, ഏകം സത്യമായ ആ സത്യമായ ദൈവത്തിലേക്ക് കോൺഷ്യസ്നെസ്, ബോധമണ്ഡലം ടച്ച് ചെയ്തതാണ് നമ്മുടെ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവായിട്ട് നമുക്ക് മെയ് 6 വരെ മനുഷ്യ സ്വഭാവത്തിൽ ഗുരുവായിട്ട് കിട്ടിയത്. അതിനുശേഷം ആദിസങ്കല്പത്തിൽ ആ സത്യത്തിലേക്ക് ലയിച്ചു നിൽക്കുന്ന നമ്മുടെ നവജ്യോതി ശ്രീ കരുണാകര ഗുരു നമുക്ക് ഇന്ന് ദൈവത്തിന് സമാനമാണ്. ഗുരുവല്ല, ഗുരു മനുഷ്യരൂപത്തിൽ തന്നെ വേണം. കാര്യം നമ്മളെ തിരുത്താനും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും പഠിപ്പിക്കാനും തിരുത്താനും മനുഷ്യരൂപത്തിൽ തന്നെ വേണം. ഗുരു ഇന്ന് ദൈവമല്ല, ആദിസങ്കല്പമായി നവോലിയായി നിൽക്കുന്ന ആ പരമപ്രകാശമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഗുരു. അപ്പം അതിനെ ഒരു വിശ്വാസ സ്വഭാവത്തിൽ കൊണ്ടുപോകാനേ ആ ഗുരുവിനെ പ്രാർത്ഥിക്കുന്നവർക്ക് പറ്റൂ. ഗുരു ശിഷ്യ ബന്ധത്തിൽ വരുമ്പോൾ ശിഷ്യപൂജിത ജന്നിയിലൂടെ നമ്മൾ ആ ഗുരുമാർഗത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഗുരു ഒന്നാണ്. അത് എക്കാലവും ആ നവജ്യോതിയായിരിക്കുന്ന പരമപ്രകാശമായിരിക്കുന്ന സത്യമാണ് ഗുരു. ആ ഗുരുവിനെ ഞാൻ വണങ്ങുന്നു, ആ ഗുരുവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ എക്കാലവും സത്യമായി ധർമ്മമായി വേണ്ടത് ഉചിതമായ സമയത്ത് നടക്കും. അതിന് ഓരോ കാര്യങ്ങളെയും, ഓരോ വ്യക്തികളെയും, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും, ഓരോ അപജയങ്ങൾക്കും, ഓരോ നന്മയ്ക്കും എല്ലാത്തിനും കാര്യവും കാരണവും ഉണ്ട്. അതിനെല്ലാം ശുദ്ധിയായി കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണെന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് എനിക്കിതിനകത്ത് ഒരു സംശയമില്ല. അപ്പം ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ മറ്റൊരു ഡയറക്ഷനിലേക്ക് മാറ്റി. ആ കാലഘട്ടത്തിലാണ് ഈ വ്യക്തിയെപ്പോലുള്ള ചില ആൾക്കാർ ചാനലൊക്കെ തുടങ്ങി, യൂട്യൂബിലൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇദ്ദേഹം പറയുന്നു ഒളിക്യാമറ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ തൊട്ടാണ് ഞാൻ അധിക്ഷേപിക്കാൻ തുടങ്ങി, അതുകൊണ്ടാണ് പുള്ളി ഇങ്ങോട്ട് അധിക്ഷേപിക്കാൻ തുടങ്ങിയത്. ഞാൻ ഒളിക്യാമറ തൊട്ടൊന്നും അല്ല, ഇദ്ദേഹത്തിൻ്റെയൊക്കെ ആദ്യകാലം മുതലുള്ള വീഡിയോ തൊട്ട് ഞാനിതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. അത് വ്യക്തിഹത്യയായിട്ടല്ല, ഞാൻ ഈ വിഷയങ്ങളെല്ലാം മറുപടി പറയുന്നുണ്ട്. കാര്യം അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെയാണ്, വ്യക്തികളെക്കുറിച്ചല്ല. ചില കാര്യങ്ങൾ മഹാപരുഷമായിട്ട് അവർ സംസാരിക്കുമ്പോൾ, നമ്മുടെ ഗുരുവിനെയൊക്കെ അധിക്ഷേപിക്കുമ്പോൾ ഞാനും ചില വ്യക്തിഹത്യകൾ നടത്തിയിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് ആ ഉചിതമായ സമയത്ത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെയാണ് അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ അതും ഇവർക്ക് വേണ്ടിയല്ല. ഇതേ മാനസിക സംശയങ്ങളും ഇതേപോലത്തെ പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പഴയ കാലത്തെ വിശ്വാസി സമൂഹത്തിൽ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ വിഷയങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഇതിനകത്തുള്ള ഇവരുന്നയിച്ച എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രോബ്ലങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ പല വീഡിയോകളിലൂടെ വിശദീകരിച്ചു കൊടുത്തു. അവർക്ക് ഒരുപാട് പേർക്ക് അത് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ചു, അഭിനന്ദിച്ചു. പലരുടെയും തെറ്റിദ്ധാരണകൾ മാറി. അവരിത് വീണ്ടും തുടരണമെന്ന് പലരും ആവശ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട്
എന്നെ സംബന്ധിച്ച് ഞാനിത് ആദ്യമേ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അധിക്ഷേപിക്കുന്നത് കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എൻ്റെ ഓഡിയൻസിനോടാണ്, ഇവരോടല്ല. ഇവരോട് ഞാൻ എന്ത് സംസാരിക്കണം? അവരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ എൻ്റെ ഓഡിയൻസിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയുന്നതാണ്. കാര്യം അവരെ ബോധിപ്പിക്കണമല്ലോ. അല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തുള്ള ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിച്ച് കളയും. നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുക, അതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാനാണ് അവർ പറയുന്നത്. പക്ഷേ അത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളല്ല, കുറേ ആൾക്കാരുടെ സംശയങ്ങളായതുകൊണ്ടാണ് നമ്മളതിനെ അഡ്രസ്സ് ചെയ്തത്. ശ്രീ പിന്നെ പുള്ളി ശ്രീയുടെ പിതൃക്കളെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ പുള്ളി പറയുന്നത് ശ്രീയുടെ പിതൃക്കളെ കുറിച്ച് ശ്രീ എന്ത് പറയുന്നു, അതിനുവേണ്ടി ശ്രീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അതായത് സ്വന്തമായിട്ട് മക്കളില്ല, അതുകൊണ്ട് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് ശ്രീ ഉദ്ദേശിക്കുന്നത്, ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പുള്ളി പറയുന്നുണ്ടായിരുന്നു. ശ്രീ അതിനൊന്ന് മറുപടി കൊടുക്കണം. അപ്പൊ ഇതിനെക്കുറിച്ച് പുള്ളി എന്തോ എനിക്ക് അബദ്ധം പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആസ്വദിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഇത് പണ്ട് മുതലേ ഞാൻ ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ എഴുതുമ്പോൾ ആൾക്കാർ വന്ന് ഇതുപോലെ തർക്കിക്കാറുണ്ട്. അതായത് ഞാൻ മിക്കവാറും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം എഴുതുമ്പോൾ നമ്മളൊരു വ്യക്തമായൊരു ഇൻസൈറ്റിലാണ് എഴുതുന്നത്. കാര്യം നമുക്ക് കുറച്ച് കാര്യങ്ങളെ നമുക്ക് എഴുതാൻ പറ്റൂ. പക്ഷേ എന്നാൽ ഈ വാക്കിനെയോ വാചകത്തിനോ മാത്രം മനസ്സിലാക്കുന്ന വ്യക്തികൾ അവരുടെ മനസ്സിലെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യം വെച്ചിട്ട് ഇത് ഇങ്ങനെ അല്ല എന്ന് ഒറ്റയടിക്ക് വന്ന് എഴുതുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. കാര്യം നമുക്കതിനെക്കുറിച്ച് വിശദീകരണം ഉണ്ട്. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക്, നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ 25 വർഷങ്ങളായിട്ട് ഇതിന് പേരിൽ റിസർച്ച് ചെയ്ത് നമ്മൾ ഈ ജീവിതം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കിതിന് വ്യക്തമായ വിശദീകരണങ്ങളുണ്ട്. എന്നോട് പല വ്യക്തികളും ഇങ്ങനെ എഴുതിയൊക്കെ സംസാരിക്കുമ്പോൾ തർക്കിച്ച് അവസാനം എന്നെ ഫോൺ വിളിക്കുമ്പോൾ അവർ നേരിട്ട് സംസാരിക്കുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ചോദ്യങ്ങൾക്കും പറയുന്നതിനും എല്ലാം വ്യക്തമായ മറുപടി ഉണ്ട്. അവരവരുടെ മനസ്സിൻ്റെ ഒരു തലത്തിൽ നിന്ന് ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് തിരിച്ചിങ്ങനെ മറുപടി പറയുമ്പോൾ ഈ പറയുന്ന ആളിന് മറ്റൊരു തലത്തിൽ, ഇതിനേക്കാൾ വികസിച്ച ഒരു തലത്തിൽ മറുപടി ഉണ്ട്. അയാൾ അത് കണ്ടിട്ടാണ് അത് സംസാരിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് അയാൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ച് ഇങ്ങനെ വിശദീകരിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുമ്പോൾ പരിഹാസ്യനാവുകയും ചെയ്യും, എന്നിട്ട് പുതിയ വിഷയങ്ങൾ പിടിക്കുകയും ചെയ്യും. അതേപോലത്തെ ഒരു മണ്ടത്തരമാണ് ഇപ്പോഴും കാണിച്ചേക്കുന്നത്. ഇതിനെ അങ്ങ് പരിഹസിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇപ്പം എന്താണ് ഈ പിതൃക്കൾ? ഈ പിതൃക്കൾ എന്ന് പറയുന്ന ഈ സ്വഭാവം എന്താണ്? നമ്മുടെ ഇപ്പോൾ ഒരു ശരീരം, ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഈ ശരീരം, മനുഷ്യ ശരീരം. ഈ മനുഷ്യ ശരീരം സെക്സിലൂടെ ബന്ധപ്പെടാൻ ഇത്രയും താല്പര്യപ്പെടുന്ന എന്തുകൊണ്ടാണ്? ഒരു അൺകോൺഷ്യസ് പ്രോഗ്രാമാണ് മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരത്തിന് ഈ ലോകത്ത് നിലനിൽക്കണം. അതിനുവേണ്ടി പുതിയ ശരീരങ്ങളെ സൃഷ്ടിക്കാനാണ് മനുഷ്യ ശരീരത്തിൻ്റെ വാസന. ഇനി മനസ്സ് പ്രേമത്തിൽ ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിന് പ്രേമത്തിലൂടെ ബന്ധങ്ങൾ സ്ഥാപിച്ച് സന്തതി പരമ്പര ഉണ്ടാക്കി ആ സന്തതി പരമ്പരയിൽ വന്ന് പുനർജനിച്ച് ഇതേ പാറ്റേണിലുള്ള ഒരു പിതൃ സ്വഭാവത്തിൽ വന്ന് പുനർജനിച്ച് ഇവരുടെ പരമ്പര, മനസ്സിൻ്റെ പരമ്പര തുടർന്നു കൊണ്ടുപോകണം. അതിനാണ് ഈ മനസ്സ് പിതൃ സ്വഭാവത്തിൽ ജനിച്ച് പ്രവർത്തിക്കുന്നത്. ഇനി ആത്മാവ് എന്തുകൊണ്ടാണ് സന്യാസത്തെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യമായ ജന്മങ്ങൾ സ്വീകരിച്ചതിന് ശേഷം സന്യാസത്തെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആത്മാവിന് പരമാത്മാവിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ആത്മാവ് എപ്പോഴും സന്യാസ സ്വഭാവത്തിലാണ്, നിസ്സംഗമായിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനെന്ന് പറയുന്നത് ആത്മബോധത്തിൽ സന്യാസിയും മാനസിക തലത്തിൽ പ്രേമിയും ശാരീരികമായ തലത്തിൽ സെക്സിലും താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് അവരുടെ ഒരു പുരോഗമനത്തിന് വേണ്ടിയാണ്. എന്നാൽ ആത്മാവിന് നേരെ തിരിച്ചാണ് പുരോഗമനം. അപ്പോൾ ഇതിനെല്ലാം ആത്മാവിൻ്റെ ഇഷ്ടത്തിനും എല്ലാത്തിനും യോജിച്ച് കൊണ്ടുപോകുന്നവനാണ്, ഈ 3 ശരീരങ്ങളെ യോജിച്ച് കൊണ്ടുപോകുന്നവനാണ് ആധ്യാത്മികനായ വ്യക്തി. അപ്പോൾ ആധ്യാത്മികനായ വ്യക്തി ഉചിതമായ രീതിയിൽ സ്വീകരിക്കുന്നു. ചിലർ സന്യാസം സ്വീകരിക്കുന്നു, ചിലർ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു. എല്ലാവരും ആധ്യാത്മിക രംഗത്ത് പ്രവേശിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ എൻ്റെ പിതൃക്കളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു. അപ്പോൾ എന്നെ ഗുരു കരുതിയിരുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ നമ്മളൊക്കെ അത് തെറ്റിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പിതൃക്കൾക്ക് അത് ഏറ്റവും, എൻ്റെ കുടുംബത്തിലുള്ള, എൻ്റെ ഗോത്രത്തിൽ, എൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന പിതൃക്കൾക്ക് ഏറ്റവും സൗഭാഗ്യകരമായ ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. കാര്യം ഒരാൾ ആത്മബോധത്തിന് വേണ്ടി, ആത്മീയ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുക, അത് സന്യാസം, പുറമേക്ക് സന്യാസ രൂപത്തിലായാലും അകമേക്ക് സന്യാസ രൂപത്തിലായാലും എന്ത് രീതിയിലായാലും ആധ്യാത്മിക ജീവിതം നയിക്കാൻ, പ്രത്യേകിച്ച് പൂർണ്ണനായ ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഗുരുവാക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ പിതൃ സ്വഭാവത്തിന് വേണ്ടതെല്ലാം അവിടെ കിട്ടുന്നു. ഏറ്റവും വലിയ പ്രകാശ ഊർജ്ജമാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. അവിടെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ജന്മാന്തരങ്ങളിലേക്ക് വേണ്ടിയല്ല, ഈ പറയുന്ന ഈ ജന്മത്തിൽ തന്നെ നമ്മുടെ ആ സത്യ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ലയിച്ച് പോയി പൂർണ്ണമായിട്ടും ഗുരുവിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് വന്ന വ്യക്തിയാണ്. അപ്പോൾ ആ യാത്രയിൽ നമുക്ക് പൂർണ്ണമായും ലയനാത്മകമായിട്ട് പോകാൻ
സാധിച്ചില്ലെങ്കിൽ തന്നെ ആധ്യാത്മികമായ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് പോയാൽ നമ്മുടെ പിതൃ സ്വഭാവത്തിലുള്ളവർക്കെല്ലാം അത് പ്രകാശ സ്വഭാവത്തിൽ ഊർജ്ജമായിട്ട് അവർക്ക് കിട്ടുകയാണ്. അവർക്കെല്ലാം ഒരാൾ ആധ്യാത്മികനായിട്ട് ജീവിക്കുമ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പിതൃ സ്വഭാവങ്ങൾക്കും അത് പൂർണ്ണമായ പ്രകാശ സ്രോതസ്സായിട്ട് അവിടെ കിട്ടുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തായ് വഴികളിലുള്ള എല്ലാ കുടുംബങ്ങളിലേക്ക് ഈ പ്രകാശം, അവരുടെ ഗോത്രങ്ങളിലേക്ക് ഈ പ്രകാശ സ്വഭാവം, ഒരാൾ പൂർണ്ണമായും സമ്പൂർണ്ണമായിട്ടും ഗുരുവിൻ്റെ ഒരു രീതിയിലേക്ക് ജീവിക്കാൻ താല്പര്യപ്പെട്ട് അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ ആ പ്രകാശം അയാൾക്ക് മാത്രമല്ല അവളുടെ കൂടെ ഈ 2 തായ് വഴികളിലൂടെയും പോവുകയാണ്. അങ്ങനെ 2 തായ് വഴികളിലൂടെ ഈ പ്രകാശം പോയി അവരുടെ പിതൃക്കൾക്കെല്ലാം ഈ സൗഭാഗ്യം, ഈ ആധ്യാത്മികമായ ഉണർച്ച കിട്ടി. ആ പിതൃക്കളെല്ലാം സത്യം പറഞ്ഞാൽ വീണ്ടും ഈ സന്തതി തായ് വഴികളിലൂടെയൊക്കെ ജനിച്ച് ഈ വിശ്വാസ സ്വഭാവത്തിലേക്ക് വരുന്നതാണ്. അതായത് നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുപേർ ഇവിടെ നിൽക്കുന്നവരല്ല, നമ്മുടെ ഓരോ കുടുംബങ്ങളിലെയും പിതൃക്കളും ഗോത്രങ്ങളും ഒക്കെ ഈ ആത്മീയ ചൈതന്യം കിട്ടി അവർ ജനിച്ച് അവർ വന്നാൽ ഈ ജന്മത്തിൽ അവർ വന്നാലും വന്നില്ലെങ്കിലും ഇനിയുള്ള പിതൃ സ്വഭാവത്തിൽ അവരെല്ലാം വിശ്വാസികളായിട്ട് വരും. അങ്ങനെയാണ് ഈ ആധ്യാത്മികത പുരോഗമിക്കുന്നത്, ആധ്യാത്മിക മാർഗങ്ങൾ പുരോഗമിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് പേര് വിശ്വാസിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം നിൽക്കുന്നു എന്നല്ല, നമ്മുടെ പിതൃ സ്വഭാവത്തിൽ ഈ എനർജി എല്ലാവരിലേക്കും പകർന്ന് പോയി. ഗുരു പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസിയാണോ അല്ലയോ, ലോകത്തിലേത് ഭാഗത്തും നന്മ ചെയ്ത് ജീവിക്കുന്ന അച്ഛനും അമ്മയ്ക്കും നല്ല സൽസന്താനങ്ങൾ ജനിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പരമ്പരയിൽ വരുന്ന ഓരോരുത്തർക്കും ഈ പരമപ്രകാശത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ പിതൃ സ്വഭാവത്തിൽ അവരുടെ തായ് വഴികളിലെല്ലാം ഇത് കിട്ടി അവർ മറ്റൊരു സ്വഭാവത്തിൽ ജനിച്ച് ഈ പരമ്പരയിലേക്ക് വന്ന് ആരാധന സ്വഭാവത്തിലേക്ക് എത്തും എന്നുള്ളൊരർത്ഥത്തിൽ ഞാനിത് സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ എൻ്റെ പിതൃ സ്വഭാവത്തിന് അത് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇനി എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ഇപ്പോൾ ഈ പിതൃക്കൾ എന്തിനാണ്, ഇവർക്കെല്ലാം പിതൃക്കളോട് സ്നേഹം ഉണ്ടായിട്ടാണ്. ഈ പിതൃക്കൾ എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് വീണ്ടും പുനർജനിക്കാനുള്ളൊരു വഴിയാണ്. ഈ പിതൃക്കളെ സ്നേഹിക്കുന്ന തന്നെ മനുഷ്യന് അവനവന് തന്നെ പുനർജനിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ഈ പുനർജന്മത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അഥവാ എനിക്ക് ആ പൂർണ്ണതയിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പൊതുവെ സന്യാസ മാർഗം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ മാർഗം എന്നിങ്ങനെ 2 മാർഗങ്ങളാണ് കണ്ടിട്ടുള്ളത്. അത് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെതായ ധർമ്മങ്ങൾ. എന്നാൽ അത്യാശ്രമം എന്നൊരു ആശ്രമം കൂടെ ഉണ്ട്. ഈ അത്യാശ്രമത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടില്ല. കാര്യം അത് എഴുതി വെക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആത്മബോധത്തിൽ എത്തുന്നവന് മാത്രം സ്വയം വെളിവാകുന്നതാണ് അത്യാശ്രമം. അപ്പോൾ അത്യാശ്രമത്തെക്കുറിച്ച് അവൻ്റെ ആത്മബോധത്തിൽ എത്തുമ്പോൾ അത് എന്ത് ചെയ്യണം, അതിൻ്റെ ധർമ്മം എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവും. ആത്മബോധത്തിൽ എത്തുന്നവൻ സമയാസമയങ്ങളിൽ അവൻ്റെ അത്യാശ്രമത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവൻ ജീവിക്കും. അപ്പോൾ അത്യാശ്രമത്തെക്കുറിച്ച് ഒരു പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടില്ല. ആത്മബോധത്തിലേക്ക് എത്തുന്നവന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ബോധത്തിൽ എത്തുമ്പോൾ, നമ്മൾ ആത്മഭാവത്തിലേക്ക് വളരുമ്പോൾ ലോകമേ തറവാട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ശരീരത്തിൽ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു തലത്തിൽ അനുഭവം നേടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു പിതൃ എന്ന തലത്തിലേക്ക് ജീവൻ ഉയർന്നാൽ മാത്രമാണ് ആ പിതൃവിന് വീണ്ടും പിതൃ സ്വഭാവത്തിൽ സന്തതി പരമ്പര ഉണ്ടാക്കേണ്ടി വരുന്നത്. ഈ യൂണിവേഴ്സൽ തലത്തിലേക്ക് ഒരു വ്യക്തിക്ക് അനുഭവം ലഭിച്ചാൽ അയാൾക്ക് ലോകമേ തറവാടെന്ന് പറയുന്ന പോലെ ഏത് സ്വഭാവത്തിലും അയാൾക്ക് ബോധപൂർവ്വം എവിടെയും വന്ന് ജനിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അയാൾക്ക് പിതൃ പാരമ്പര്യം തന്നെ അതേപോലെ തുടരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ലോകമേ തറവാട് ആത്മബന്ധുക്കളായിട്ട് സർവ്വചരാചരങ്ങളുമായിട്ട് ബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, ആത്മബോധം കൊണ്ട് ഉണർന്ന് ബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിതൃ സ്വഭാവത്തിൽ തന്നെ പാരമ്പര്യം തുടരണമെന്നില്ല. അതൊരു കാര്യം. ഇനി മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ ഞാൻ ആ തലത്തിലേക്കും പോയില്ല എങ്കിൽ എൻ്റെ ആത്മാവ് ഏത് മണ്ഡലത്തിൽ നിൽക്കുന്നോ ആ മണ്ഡലത്തിൽ നിന്ന് ഈ പരമ്പരയിൽ ഇനി വരാൻ പോകുന്ന ഗുരു നമ്മുടെ ഈ പരമ്പര എക്കാലവും ആ സത്യത്തിൻ്റെ ധാമമായി സത്യത്തിൻ്റെ വെളിച്ചമായി നിൽക്കുമെന്നുള്ള ബ്രഹ്മ വാക്കുള്ളത് കൊണ്ട് നമ്മുടെ അടുത്ത ഗുരു ഇപ്പോൾ ഞാൻ ഏത് മണ്ഡലത്തിലാണോ നിൽക്കുന്നത് അവിടെ നിന്ന് വിളിച്ച് ജനിപ്പിക്കാനും ഇനിയും എന്ത് കാര്യത്തിലേക്ക് പുരോഗമിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള ഒരു വെളിച്ചമുള്ള ഒരു പരമ്പരയാണ് നമ്മൾ വെളിച്ചത്തിൻ്റെ വക്താക്കളാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും ദൈവം എന്ന് പറയുന്ന ആ സത്യത്തിന് പറ്റാത്തതായിട്ട് അല്ലെങ്കിൽ എന്ത് നിയമങ്ങളെയും മാറ്റാൻ, കാര്യം നമ്മൾ ദൈവമേ സത്യമേ എന്ന് വിളിച്ച് അത്രമാത്രം സിൻസിയറായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ
പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഈ ലോകത്തിലെ ഏത് നിയമങ്ങളും വഴിമാറുന്നതാണ്. അങ്ങനത്തെ എത്രയോ ഉദാഹരണങ്ങൾ ഗുരു നമ്മുടെ തലമുറയിൽ പങ്കുവച്ചിട്ടുണ്ട്. കാര്യം പല സാഹചര്യങ്ങളും ഗുരു പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആ പ്രാർത്ഥന കൊണ്ട് ദൈവം പോലും അവരുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ദൈവത്തിന് പോലും നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ എല്ലാ പ്രകൃതി നിയമങ്ങളെയും ബൈപ്പാസ് ചെയ്തു എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആരും, ഞാൻ പലരിടത്തും പറയും, നമ്മൾ ഈ വായിച്ചതും കണ്ടതും കേട്ടതും വെച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് സത്യമാണ് അത് സത്യം, അങ്ങനെയൊന്നും അന്ധമായിട്ട് ഒന്നും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച അവിടെ അടഞ്ഞു പോകും. നമ്മുടെ മാനസിക തലത്തിൽ നിന്ന് നമ്മൾ ഒന്നും കൺക്ലൂഡ് ചെയ്യരുത്. ദൈവത്തിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമായും തുറന്നു വെച്ചേക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണോ ഈ സർവശക്തനായ അചിന്ത്യനായ ഏറ്റവും മഹനീയമായ ആ ശക്തിക്ക് ഏത് രീതിയിലും നമ്മളെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഓരോരുത്തരും വെച്ച് പുലർത്തണം. അതാണ് ശരിയായ വിശ്വാസം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പഠിച്ചതും കേട്ടതും വിശ്വസിച്ചതും അതേപടി പാലിക്കുന്നതല്ല. അപ്പോൾ എൻ്റെ ഒരു പിതൃ സ്വഭാവത്തിൽ അവർക്ക് ഈ ആത്മബോധത്തിൽ പോകുന്നവനായതുകൊണ്ട്, ആത്മബോധത്തിൻ്റെ രീതിയിൽ അത്യാശ്രമ സ്വഭാവത്തിൽ പരിണമിക്കുന്നതായതുകൊണ്ട് എൻ്റെ പിതൃക്കളെക്കുറിച്ച് എനിക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. അവർക്കെല്ലാം വേണ്ട ഗുരുവിൽ നിന്ന് ഈ പ്രകാശ ചൈതന്യം അവർക്ക് കിട്ടേണ്ട രീതിയിൽ തന്നെ കിട്ടുമെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അവരെല്ലാം ഈ പരമ്പരയിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ പരമ്പരയിൽ വരേണ്ടവരാണ്. ഇത് ലോകത്തിൻ്റെ ഒരു പരമ്പര, ലോകത്തിൻ്റെ ഒരു ആശ്രമമായി വികസിക്കേണ്ട ഒരു ആശയമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യാകുലതയും ഇല്ല. എന്നാൽ ഈ പറഞ്ഞ കക്ഷി ഇവരെ പോലുള്ളവർ, ഇവർക്ക് ഗുരു ഇല്ലാത്തവരാണ്. കാര്യം ഇവരൊരു വിശ്വാസ സ്വഭാവം മാത്രമാണ് പാലിക്കുന്നത്. അതായത് മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ ഗുരു ഇല്ല. ബാക്കി പിന്നെ ദൈവത്തിനെ ആരാധിക്കുന്നതെന്ന് പറയുമ്പോൾ ഗുരുവിനെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ആരാധിക്കുമ്പോൾ അതൊരു ആരാധനാ സമ്പ്രദായം മാത്രമാണ്, വിശ്വാസം മാത്രമാണ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാ ഉത്തരവാദിത്വം അവർക്കാണ്. അപ്പോൾ അവർക്ക് പിതൃക്കളെക്കുറിച്ചും അവരുടെ പുനർജന്മത്തെക്കുറിച്ചും എല്ലാത്തിനും അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ അത് അവരുടെ രീതിയിൽ കൈകാര്യം ചെയ്യുക. ഒരു ഗുരുമാർഗിയായ എന്നോട് എന്തിനാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള നിങ്ങളുടെ നിലവാരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നോട് വന്ന് പറയുന്നത്? കൂടാതെ ഞാൻ എൻ്റെ ജീവിതം മൊത്തം ഇപ്പോൾ ഈ 25 വർഷം എന്നൊക്കെ പറയുന്ന കാലഘട്ടം ഇതിനു വേണ്ടി പഠിക്കാനും റിസർച്ച് ചെയ്യാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കർമ്മിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിച്ചെങ്കിൽ എനിക്ക് എൻ്റെ ജീവനെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും ഗോത്രത്തെക്കുറിച്ചും എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ? കുറഞ്ഞ പക്ഷേ അത്രയെങ്കിലും ചിന്തിക്കണ്ടേ? കാര്യം നിങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമാണ് ഇതേപോലുള്ള കാര്യങ്ങളിലുള്ള ആത്മാർത്ഥതയും റെസ്പോൺസിബിലിറ്റിയൊക്കെ. നമ്മളെപ്പോലുള്ളവർക്കും കുറച്ചൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവും ധാരണയും ബോധമൊക്കെ ഉണ്ടെന്നെങ്കിലും ഉള്ള ഒരു പരസ്പര ഒരു പ്രതിപക്ഷ ബഹുമാനമെങ്കിലും വേണ്ടേ ഇതേപോലെ? കാര്യം കുറഞ്ഞ പക്ഷേ ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുന്ന വ്യക്തിയല്ലേ, കുറഞ്ഞ ഒരു പ്രതിപക്ഷ ബഹുമാനമെങ്കിലും കാണിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സ്വയം കോമാളികളാകുകയാണ് എന്നെങ്കിലും വിചാരിക്കണം. ഇനിയും എനിക്ക് എതിരെ എൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അടുത്ത ഒരു കാര്യം എടുത്തു വെച്ച് സംസാരിക്കുമ്പോൾ വിചാരിച്ചോളണം, ഞാൻ ഇനി മറുപടി പറയാൻ പറ്റുന്നില്ല, പക്ഷേ വിചാരിച്ചോളണം നിങ്ങൾ ഈ പറയുന്ന ഒരു മണ്ടത്തരാണ്, അതിനേക്കാൾ അപ്പുറത്ത് വിശാലമായ ഒരു തലത്തിൽ അതിനും മറുപടി ഉണ്ടാവും. കാര്യം നിങ്ങൾ ഉന്നയിക്കുന്ന എന്ത് കാര്യത്തിനും മറുപടി ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അസത്യത്തിൻ്റെ ഭാഗത്തിൽ നിന്നുകൊണ്ട്, മനസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സത്യത്തിൻ്റെ ഭാഗത്ത്, ധർമ്മത്തിൻ്റെ ഭാഗത്ത് ഇതിനെല്ലാം മറുപടി ഉണ്ടാവും. അപ്പൊ അതിന് ഒരുപാട് മറുപടികൾ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞ എന്താ, ശ്രീ ഇങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ പുസ്തകമൊക്കെ വായിച്ച് പിറുപിറുത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയാണ്, അവരെ പോലുള്ളവരാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാനിങ്ങനെ പുസ്തകവും വായിച്ച് ചുമ്മാ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു, പൈസയെക്കുറിച്ച് അല്ലെ പൈസയെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, എല്ലാം ഇങ്ങനെ വന്നു ചേരുന്നു. അപ്പോൾ ആശാനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് എൻ്റെ ജീവ സുഹൃതം എന്നല്ലേ പറയാൻ പറ്റൂ? എൻ്റെ മുൻജന്മ സുഹൃതമായിരിക്കും. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്ക് പൈസയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് നടന്നു പോകുന്നെങ്കിൽ ഒന്നീ അത് മുൻജന്മ സുഹൃതമായിരിക്കും, ഞാൻ മുൻജന്മത്തിൽ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും നല്ല സൽക്കർമ്മത്തിൻ്റെ ഫലമായിരിക്കും. കാരണമില്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓരോരുത്തരും കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കർമ്മഫലമാണല്ലോ, കർമ്മഗതിയാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം എൻ്റെ ഒരു മുൻജന്മ സുഹൃതത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അതൊരു വിഷയം, അത് നിങ്ങൾ പറഞ്ഞതിനുള്ളൊരു മറുപടി. പിന്നെ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുക അല്ല, അത് വേറെ കാര്യം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ഇയാൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത എൻ്റെ ഈ 25 വർഷമായിട്ട് ഞാൻ ചെയ്ത ആധ്യാത്മിക അന്വേഷണങ്ങളും പ്രാർത്ഥനകളും കർമ്മങ്ങളും ജീവിതങ്ങളും അതിനോടൊപ്പം കുടുംബജീവിതം ഒക്കെ കൊണ്ടുപോയിക്കൊണ്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു റിസർച്ചിന് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു PhD-യോ ഒരു MSc-യോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് നല്ല ഒരു ഗ്രാൻഡ് ആ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ പണ്ട് കാലത്താണെങ്കിൽ രാജാക്കന്മാരൊക്കെ ഇതേപോലെ റിസർച്ച് ചെയ്യുന്നവർക്ക്, പിന്നെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക്
വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. കാര്യം അത്തരക്കാർ ആ രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തിന് നല്ലതെന്നാണ് പറയുന്നത്. അത്തരം സന്യാസ സ്വഭാവത്തിൽ ഇപ്പം സന്യാസം എന്ന് വെച്ചാൽ വേഷം ധരിച്ചുള്ള ഒരു രീതിയിലുള്ള സന്യാസം ഒരു ഭാഗം, വേഷം ധരിക്കാതെ ഈ പറയുന്ന ആത്മബോധത്തിലേക്ക് ഞാൻ പറഞ്ഞ അത്യാശ്രമിക്ക് അങ്ങനെയും അത്യാശ്രമി ഗൃഹസ്ഥാശ്രമ സ്വഭാവത്തിലോ സന്യാസ സ്വഭാവത്തിലോ ഏത് രീതിയിലും കാണപ്പെടാം. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ കൂടാതെ ഒരു ആധ്യാത്മിക ജീവിതം, ശരിയായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവന് അവന് വേണ്ടതെല്ലാം അവനിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു വിഷയം, ഈ രണ്ട് അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിച്ച് കിടന്ന് ഓടുന്നത് മാത്രമല്ല ഒരു മനുഷ്യജന്മത്തിൻ്റെ അർത്ഥം. ഒരു മനുഷ്യജന്മത്തിൻ്റെ അർത്ഥം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ആത്മബോധത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും കർമ്മത്തിൽ പുറകിൽ നിന്നിട്ടില്ല. എനിക്ക് ജോലി ചെയ്യുന്ന ഒരു ഹരമായിരുന്നു എൻ്റെ കുട്ടിക്കാലം മുതലേ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് സർവീസിലുള്ളവരായിരുന്നുകൊണ്ട് അവർക്ക് ഈ വീട്ടുകാര്യങ്ങളിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടില്ല. കാര്യം അവർക്ക് ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഞാനാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, സാധനം വാങ്ങിക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് പലപ്പോഴും കുക്കിംഗ് ചെയ്യും. അങ്ങനെ കർമ്മം ചെയ്യാൻ ഒരിക്കലും ഞാൻ മടി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ പ്ലംബിംഗ് ആയാലും വയറിംഗ് ആയാലും എന്ത് ജോലിയായാലും ഞാൻ ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ രക്ഷകർത്താക്കൾ രണ്ടുപേരും എൻ്റെ അടുത്ത് വളരെ ബഹുമാനമായിരുന്നു. നമ്മളിങ്ങനെ കർമ്മം ചെയ്യുന്ന ഒരുപാട് സഹായിക്കുന്ന കുട്ടികളെ വീട്ടുകാർക്ക് ഭയങ്കര ബഹുമാനമാണ്. എനിക്കൊരു മുതിർന്ന വ്യക്തിയുടെ സ്ഥാനമാണ് വീട്ടിൽ തന്നിട്ടുള്ളത് കൊച്ചിലെ തന്നെ. അപ്പം ഞാനിങ്ങനെ പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം എൻ്റെ അമ്മ സ്കൂളിലൊക്കെ താമസിച്ചാണ് പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ കുക്കിങ്ങിലൊക്കെ താമസിച്ച് പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ചോറും കറികളൊക്കെ ഞാൻ പലപ്പോഴും ഞാനും കൂടെ സഹായിച്ച് വെച്ച് ഞാൻ എൻ്റെ പാത്രത്തിലാക്കുന്നതിനോടൊപ്പം അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും കൂടെ പാത്രത്തിലാക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ നേരത്തെ സ്കൂളിൽ പോവുകയും ചെയ്യും. കാര്യം അമ്മയൊക്കെ അവർ 3 പേരും ഇത് ഞാൻ ചെയ്തു കൊടുത്താലും അവർ താമസിച്ചാണ് പോകുന്നത്. അപ്പം അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആശ്രമ സ്വഭാവത്തിൽ വന്നപ്പോൾ അത് എരുത്തിലായാലും പിന്നെ നമ്മുടെ അടുക്കളയിലൊക്കെ ആയാലും അവിടെ എല്ലാ മേഖലയും ഓടി നടന്ന് ചെയ്യുമായിരുന്നു കർമ്മം, ഒരു മടിയില്ലാതെ എനർജറ്റിക് ആയിട്ട്. എൻ്റെ സ്വഭാവം അതാണ്. ഇപ്പോൾ വീട്ടിലായാലും വീട്ടുകാര്യങ്ങളെല്ലാം നോക്കാനും എല്ലാ കാര്യങ്ങളിലും എന്ത് കാര്യത്തിലും ഇടപെടാനും കർമ്മം ചെയ്യാനും ഒരു മടിയില്ലാത്ത ആളാണ്. അത് ഇവർക്കെല്ലാം മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ വീട്ടുകാര്യം, നമ്മൾ ഈ വീട്ടുകാര്യം എന്ന് പറയുമ്പോൾ പണ്ട് എല്ലാവരും വിചാരിക്കുക അത് നിസ്സാരമാണെന്ന്. വീട്ടുകാരി, ഇപ്പോൾ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വീട്ടുകാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നു. ഈ പറയുന്ന എനിക്ക് ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല. ദൈവം സഹായിച്ച് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം പണ്ട് മുതലേ നടക്കുന്ന ഒരു സാഹചര്യവും എൻ്റെ ആധ്യാത്മിക ജീവിതത്തിന് അല്ലെങ്കിൽ എൻ്റെ മാനസികമായിട്ടുള്ള ഈ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് എൻ്റെ കൂടെ ഉള്ളവർ എന്നെ ആ രീതിയിൽ സഹായിച്ചു. ഇനിയിപ്പോൾ പുതിയൊരു രീതിയിൽ ജോലിക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ കാഴ്ചപ്പാടിൽ ഞാൻ നേടിയ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഇനിയും എൻ്റെ ജീവിതം അവസാനിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഇനിയും എന്ത് കാര്യങ്ങളും ചെയ്യാമല്ലോ. പിന്നെ ഇനി ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുസ്തകം വായിച്ചും ധ്യാനിച്ചും മെഡിറ്റേറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ആധ്യാത്മിക രംഗത്ത് പറയുന്നത് യുവർ ഓൺ സെൽഫ് റിയലൈസേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് സർവീസ് യു ക്യാൻ റെൻഡർ ദ വേൾഡ്. നിങ്ങളുടെ ആത്മബോധത്തിലേക്ക് വികസിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ലോകത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം. അതായത് അത് ചുമ്മാ ഇരിക്കുന്ന ഒന്നും ചെയ്യാത്ത കർമ്മമല്ല. ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ വ്യക്തി ഒന്നും ചെയ്യാതിരുന്നാലും അവനാണ് ഈ ലോകത്തിന് ഏറ്റവും സേവനം ചെയ്യുന്നത്. കാര്യം അവൻ്റെ നല്ല മനസ്സുകൊണ്ടും അവൻ്റെ പ്രാർത്ഥന കൊണ്ടും അവൻ്റെ ചിന്ത കൊണ്ടും അവൻ്റെ ധ്യാനം കൊണ്ടും അവൻ ഈ അന്തരീക്ഷത്തിനും ഈ പ്രപഞ്ചത്തിനും ഈ മനസ്സിനും അവൻ താളം ലയനാത്മകമാക്കി അവൻ ഈ വൈബ്രേഷനെ ശുദ്ധി ചെയ്യുന്നു. ഈ മനുഷ്യ ലോകത്തിലുള്ള വൈബ്രേഷനെ ശുദ്ധി ചെയ്യുന്നുള്ള അർത്ഥത്തിൽ അവനാണ് ഏറ്റവും വലിയ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ലോകത്തിലുള്ള മറ്റേത് വർക്കിൻ്റെയും പ്രാധാന്യം. അതാണ് ആധ്യാത്മിക രംഗത്തുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതിരെ ഇയാൾ പറയുന്നതിനൊക്കെ ഒന്നും ചെയ്യാതിരുന്ന് പിന്നെ പുസ്തകം വായിച്ചിട്ട് പടച്ചു വിടുന്നതല്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉചിതമായി ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും റെസ്പെക്റ്റ് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതും. എനിക്ക് ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഏറ്റവും വലിയ IAS ഉദ്യോഗസ്ഥന് പോലും തൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത്ര ബഹുമാനം കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ അമ്മയും അച്ഛൻ്റെ കാലഘട്ടം തൊട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ബഹുമാനം. കാര്യം വീട്ടുകാരെ പറ്റിക്കാൻ പറ്റില്ല, നാട്ടുകാരെ നമുക്ക് പറ്റിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്നെക്കുറിച്ച് ഇദ്ദേഹം നടത്തുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വെച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന തീരുമാനങ്ങളാണ്. പിന്നെ ശ്രീ, അവരിങ്ങനെ ആശ്രമത്തിനെ അധിക്ഷേപിക്കുന്നവർക്ക് ആശ്രമ പരിചയം ഇല്ലാത്തവരാണ് അവരെന്ന് ശ്രീ ഇങ്ങനെ പറഞ്ഞല്ലോ. അത് വെച്ചിട്ട് പുള്ളി തിരിച്ചു പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഇപ്പൊ അതായത് നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ കുടുംബജീവിതവും ഒക്കെ വെച്ചുകൊണ്ട് പറയുന്ന വെച്ചാൽ ഇപ്പൊ ഇതാണോ ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്നതാണോ നിന്റെ ആശ്രമ പരിചയം എന്ന് പറഞ്ഞ് അവരിങ്ങനെ പുച്ഛിച്ച് ചോദിക്കുന്നുണ്ട് പുള്ളി.
അപ്പൊ ശ്രീ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാനിപ്പോൾ ഈ ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ, അതായത് ഗുരുവും ശിഷ്യനുമായിട്ട് പ്രവർത്തിച്ച് ഈ സുഖദുഃഖങ്ങളിലും ഒരുപാട് ഈ കോൺഷ്യസ്നെസ്സിനെ സമൂലമായി പരിവർത്തനപ്പെടുത്തുന്നതാണ് ഈ ഗുരുശിഷ്യ ബന്ധം. ഇപ്പം നമ്മളെല്ലാം പൊതുവെ എല്ലാവരും പറയും ഇതെൻ്റെ സ്വഭാവമാണ്. ഇപ്പം എന്നോടൊക്കെ ചില വ്യക്തികളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അവരുടെ സ്വഭാവമാണ്. അപ്പം നമ്മുടെ ഈ സ്വഭാവം ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു പിതൃ പാരമ്പര്യ സ്വഭാവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ആശ്രമത്തിൽ വരുമ്പോൾ നമ്മുടെ സ്വഭാവം സമൂലമായി പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ഈ ആത്മബോധത്തിൻ്റെ സ്നേഹ സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവമായിട്ട് വേണം നമ്മൾ പരമബോധത്തിലേക്ക് പരിണമിക്കാൻ. അതായത് നമ്മുടെ ഈ ജന്മജന്മാന്തരങ്ങളായി പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ സ്വഭാവത്തെ പാടേ മാറ്റിയതിന് ശേഷം ആത്മബോധത്തിൻ്റെ പുതിയ ഒരു സ്വഭാവത്തിൽ ഉണർന്ന് പരമാത്മാവിലേക്ക് പരിണമിക്കുന്നതാണ് ആത്മീയ ജീവിതം. അല്ലാതെ അവനവൻ്റെ സ്വഭാവത്തിലിരുന്നുകൊണ്ട് അവനവൻ്റെ മാനസിക സ്വഭാവത്തിലിരുന്നുകൊണ്ട് എന്ത് പ്രാക്ടീസ് ചെയ്താലും അതൊന്നും ആത്മീയതയല്ല. അപ്പം ഇങ്ങനെ അത് ഗുരുശിഷ്യ ബന്ധത്തിൽ വന്നാൽ മാത്രമാണ് ഈ ആത്മബോധത്തിലേക്ക് പരിണമിക്കാൻ, സ്വന്തം മനസ്സിൻ്റെ ഈ സ്വഭാവം പാറ്റേൺസ് എല്ലാം പൊട്ടിച്ച് കളയാൻ സാധിക്കുന്നത്. അത് ഗുരുശിഷ്യ ബന്ധത്തിൽ വന്നാലേ പറ്റൂ. അതൊരു വിശ്വാസ സ്വഭാവത്തിൽ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ കഷ്ടപ്പാടുകളിലൂടെ ഈ ബുദ്ധിമുട്ടുകളിലൂടെ ഈ സ്വഭാവങ്ങളെ മൊത്തം ഇഞ്ചിഞ്ചായി വേദനിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ഈ സ്വഭാവത്തെ മൊത്തം മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശ്രമ പരിചയം വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഇതാണല്ലോ നിൻ്റെ ആശ്രമ പരിചയം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പരിഹസിക്കുന്നു. ശരി, അത് അദ്ദേഹം പരിഹസിച്ചോട്ടെ, അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ പല കാര്യങ്ങളും ഇവർ ശരിയാണ് പറയുന്നത്, പക്ഷേ അതിന് വിശദീകരണം വേണമെന്നേ ഉള്ളൂ. എൻ്റെ ആശ്രമ പരിചയം ഇത് തന്നെ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ എൻ്റെ ആശ്രമ പരിചയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവനിൽ ഒളിഞ്ഞിരിക്കുന്ന കർമ്മഗതികൾ, ഞാൻ ചിലപ്പോൾ ഒരു നിന്ദ്യനും നീചനും മാതൃകാപരമല്ലാത്ത ഒരു മ്ലേച്ഛനും വൃത്തികെട്ടവനും ആയിരിക്കാം. അപ്പോൾ എൻ്റെ ജീവനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ വൃത്തികെട്ട ഒരു കർമ്മഗതി എൻ്റെ ജീവനിൽ പുറത്തു വന്ന് ഈ രീതിയിലൊക്കെ ആയി അവസാനം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഗുരുവാക്കനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. അപ്പോൾ ഗുരു അത് കരുണാപൂർവം എനിക്ക് തിരുത്തപ്പെടാനും എനിക്ക് ജീവിക്കാനും ഒക്കെയുള്ള ഒരവസരം ഗുരു തരികയുണ്ടായി. അപ്പം എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും വൃത്തികെട്ട നീചനായ നിന്ദ്യനായ ഒരു വ്യക്തി ഞാനിവിടെ ജീവിക്കുന്നു. ശരി, ഇനി ഇതേപോലെ തന്നെ ഓരോരുത്തരുടെയും ഇപ്പോൾ കള്ളനും കാപട്യക്കാരനും മറ്റ് പല രീതിയിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുള്ള വ്യക്തികളും ഇവിടെ വരുമ്പോൾ ഇത് എല്ലാ സ്വഭാവങ്ങളെയും പരിവർത്തനപ്പെടുത്തുന്ന സ്ഥലമാണ്. ഇതെല്ലാം ഇളകി പുറത്തു വന്ന് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിവർത്തനപ്പെട്ടു പോകുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലത്തെ ഇതേപോലെ പല പല ദോഷകരമായ വൃത്തികെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ നീചമായ നിന്ദ്യമായിട്ടൊക്കെ ഉള്ള പല രീതിയിലുള്ള കർമ്മഗതികളുള്ള നമ്മളെയൊക്കെ അടുപ്പിച്ച് നിർത്തിയതുകൊണ്ടാണ് ഗുരുവിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ഗുരുവിൻ്റെ ആശ്രമത്തെയൊക്കെ എന്നുവെച്ചാൽ മനുഷ്യൻ്റെ ഈ കർമ്മഗതികളെ ഇളകി വരുമ്പോൾ അതിന് ഉചിതമായിട്ട് പല പല തിരുത്തുകളും തീരുമാനങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ടാണ് ഗുരു നമ്മളെ കാരുണ്യപൂർവ്വം നമ്മളെ കൂടെ നിർത്തുന്നത്. നമ്മുടെ കർമ്മഗതികളൊക്കെ ഇങ്ങനെ അഴിഞ്ഞു വരുമ്പോൾ ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇതൊക്കെ ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവരവർ കഴിയുന്ന രീതിയിൽ സൂക്ഷിച്ച് ജീവിക്കാനൊക്കെ ഗുരു വേണ്ട സമയത്തിൽ വാണിംഗ് ഒക്കെ തരുമ്പോഴും മനുഷ്യരോട് എപ്പോഴും സഹാനുഭൂതിയോടെ കാരുണ്യത്തോടെ തന്നെ ആശ്രമ സ്വഭാവത്തിൽ ഇടപെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പല വ്യക്തികളുടെയും പല കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അപമാനിച്ച് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗുരു അതൊന്നും ചെവിക്കൊള്ളാറില്ല. ഗുരു ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രസ്ഥാനം ദൈവനിശ്ചയമായ ബ്രഹ്മനിശ്ചയമായിട്ട് വന്നിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിക്കരുത്, ഇതിനെ തകർക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഗുരു വിയോജിപ്പ് കാണിച്ചിട്ടുള്ളത്, ആശ്രമ സ്വഭാവത്തിൽ അവരെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അല്ലാതെ ഗുരുവിനെ സംബന്ധിച്ച് മറ്റെല്ലാ തെറ്റുകളും മനുഷ്യ സഹജമായ മനുഷ്യൻ്റെ എല്ലാ തെറ്റുകളെയും ഗുരു ക്ഷമിച്ചിരുന്നു, അവർക്ക് തിരുത്താൻ അവസരം കൊടുത്തിരുന്നു. എന്നാൽ ബ്രഹ്മനിശ്ചയപ്രകാരമായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തെ അവരവരുടെ തുച്ഛമായ വിചാരങ്ങൾ കൊണ്ട് അവരവർ ചിന്തിക്കുന്നതാണ് അല്ലെങ്കിൽ അവനവൻ മനസ്സിലാക്കിയതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഓരോന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയായ രീതിയിൽ, അപ്പം നിങ്ങളെപ്പോലുള്ളവർ എൻ്റെ കർമ്മഗതിയിൽ ഞാൻ ആശ്രമ സ്വഭാവത്തിൽ എങ്ങനെ മോശമായിട്ട് ജീവിച്ചാലും അല്ലെങ്കിൽ എനിക്ക് എന്ത് മാതൃക ഇല്ലാത്ത സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയാലും എനിക്ക് അതിനെയും തിരുത്തി ജീവിക്കാൻ ഗുരു അവസരം തന്നു. പക്ഷേ നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ നോക്കുന്നവരാണ്, തകർക്കാൻ നോക്കുന്നവരാണ്, സമൂഹ മധ്യത്തിൽ പരിഹാസ്യരാക്കുന്നവരാണ്. അപ്പം അതാണ് ഗുരുവിനെ സംബന്ധിച്ച് ഏറ്റവും നിന്ദ്യവും ക്രൂരവുമായിട്ടുള്ള കർമ്മം ഗുരു പറഞ്ഞിട്ടുള്ളത്. കാര്യം ഇത് മനുഷ്യരാശിയുടെ ഒരു രക്ഷാമാർഗമായിട്ട് ദൈവം തുറന്നു തന്ന ഒരു വാതിലാണ്. അപ്പോൾ ഇതിനെ അടച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ നശിപ്പിച്ചുകൊണ്ട് പൈശാചിക ശക്തികളുടെ ഉടയവരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന
ഇതേപോലുള്ള വ്യക്തികളാണ് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഗുരു എക്കാലവും വിലക്കിയിട്ടുള്ളത്, അല്ലാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുഴപ്പങ്ങളെക്കുറിച്ചല്ല. പിന്നെ മാതൃകാപരമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വ്യക്തികളും പല സ്ഥലത്തുനിന്നും ഒക്കെ വന്ന് നിങ്ങളൊക്കെ വലിയ മാതൃകാപരമായിട്ടാണ് ജീവിക്കുന്നത്, നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, അപ്പോൾ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വണങ്ങുന്നു, നിങ്ങൾക്ക് അത്രയും മാതൃകാപരമായി ജീവിക്കാൻ കഴിഞ്ഞ് നിങ്ങളുടെ ഭാഗ്യം. തെറ്റുകുറ്റങ്ങളെല്ലാം മനുഷ്യ സഹജമാണ്. ഇപ്പോൾ കുറച്ച് പേര് തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ മാതൃകാപരമായി ജീവിക്കുന്നത് അത് അവരുടെ ഒരു ഭാഗ്യം, അവരുടെ ഒരു കാഴ്ചപ്പാട്. എന്നെ സംബന്ധിച്ച് തെറ്റുകുറ്റങ്ങളെല്ലാം മനുഷ്യ സഹജമാണ്. ആ തെറ്റുകുറ്റങ്ങളിലെല്ലാം നമ്മൾ നൊന്ത് പ്രാർത്ഥിച്ച് നമ്മൾ കൂടുതൽ പരിശുദ്ധമാകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്, അത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രമിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ധർമ്മം. എന്നെ സംബന്ധിച്ച് മാതൃകാപരമായിട്ട് ഇവിടെ ഗുരു മാത്രമേ ഉള്ളൂ, മറ്റാരും എനിക്ക് മാതൃകാ സ്വഭാവത്തിലല്ല. നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ള ഒരു കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ നമ്മുടെ സഹോദരിയോട് പറഞ്ഞു, അതായത് ഇപ്പോൾ ഈ സംസാരിച്ച ആശയുടെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചപ്പോൾ അത് ആശയുടെ വേർഷൻ അല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നു. കാര്യം മറ്റേ വ്യക്തി അവരുടെ സുഹൃത്താണ്, അപ്പോൾ അവർക്ക് ആ വേർഷൻ മാത്രമാണ് വിശ്വാസം. അപ്പോൾ ആ വേർഷനാണ് അവർ സംസാരിക്കാനും പറഞ്ഞ് പരത്താനും ഇഷ്ടപ്പെട്ടതും. അപ്പോൾ ആ വേർഷനിലെ പ്രശ്നം എന്താ വെച്ചാൽ സ്വന്തമായിട്ട് കൂടെ ജീവിക്കുന്ന നിത്യജീവിതത്തിൽ ജീവിക്കുന്നവർക്കല്ലേ യഥാർത്ഥ വേർഷൻ മനസ്സിലാക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്കല്ലേ യഥാർത്ഥ ഒരു വ്യക്തിയുടെ സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ പുറമേക്ക് കുറച്ച് ഇടപെടുമ്പോൾ എങ്ങനെ ഒരു ശരിയായ വേർഷൻ പുറത്തു വരും, അല്ലെങ്കിൽ നമുക്കെല്ലാം ലോകത്തിൽ കുറച്ച് നേരം പുറമേക്ക് പെരുമാറാൻ ആർക്കാണ് പറ്റാത്തത്? അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം തകർത്തിട്ട് പോയപ്പോൾ പല പ്രാവശ്യം തിരിച്ചു വിളിച്ചു, പല പ്രാവശ്യം ചാൻസ് കൊടുത്തു, അതിനുശേഷവും ഡൈവോഴ്സ് ചെയ്തിട്ട് മറ്റു വിവാഹം കഴിക്കുകയും ചെയ്ത് പിൽക്കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇതിനെ അദ്ദേഹത്തിൻ്റെ വേർഷൻ ഇവരുടെ വേർഷൻ എന്നെല്ലാം പരിഹസിക്കാതെ, കൂടാതെ ഈ വ്യക്തി തന്നെ പിൽക്കാലത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനെല്ലാം കാരണം ഗുരുവാണ് അല്ലെങ്കിൽ ഗുരുസ്ഥാനിയായിട്ടുള്ള ശിഷ്യപൂജിതയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 18 വർഷമായിട്ട് ആശയ്ക്ക് ഈ വിഷയങ്ങൾ അറിയാം. പല പ്രാവശ്യം ആശ ഇത് സംസാരിക്കാൻ പോയപ്പോഴും ചെറുതായിട്ടെങ്കിലും തൻ്റെ ഭാഗം ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചിരുന്നില്ല. മറ്റു വ്യക്തികളെക്കുറിച്ച് ഒന്നും നമ്മൾ പറയേണ്ട, പരസ്യമായിട്ട് പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു വിലക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിവന്ധ്യ ശിഷ്യപൂജിതയാണ് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണം ഇവരെ പോലുള്ള വ്യക്തികൾ ഉന്നയിക്കുമ്പോൾ ഞാൻ നിർബന്ധിതനായതാണ് ഇത് പറയിക്കാൻ. അപ്പോൾ ഈ 18 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ആശയുടെ ഒരു വേർഷൻ സംസാരിക്കുന്നത്. അതും ആശയുടെ വേർഷൻ എന്നതിനേക്കാൾ ഉപരി ആശ സത്യമാണ് സംസാരിച്ചത്, അത് ഗുരുവിൻ്റെ ഭാഗത്തുള്ള ശരിയായ വശം വിശദീകരിക്കാൻ. അപ്പോൾ ഈ വിശ്വാസി എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ പേരിൽ ആരോപിച്ചാൽ പോലും ആ വേർഷൻ വിശ്വസിക്കുന്നതാണ് അവർക്കിഷ്ടം. ഗുരുവിനെ ആരോപിച്ചാൽ പോലും അവർക്കത് പ്രശ്നമല്ല. അപ്പം എന്തുതരം വിശ്വാസ സ്വഭാവത്തിലുള്ളവരാണ്? പിന്നെ ഈ കള്ളം പറയുന്നതിനെക്കുറിച്ച് ഇപ്പം ഈ വ്യക്തി, ഞാൻ പറഞ്ഞു ഈ ചാനലിലെ വ്യക്തി എന്നെക്കുറിച്ച് കള്ളം പറയുന്നു. എന്ത് കള്ളവും അദ്ദേഹത്തിന് പറയാൻ ഒരു മടിയില്ല. ഇപ്പോൾ മറ്റൊരു വ്യക്തി പറഞ്ഞ കഥ വന്നു അതേപോലെ പറഞ്ഞിട്ട് എന്നെപ്പോലൊരു വ്യക്തിയെ അദ്ദേഹം വളരെ നാശമായിട്ട് അധിക്ഷേപിച്ച് സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്ത് നശിപ്പിച്ചു. അപ്പോൾ എനിക്കതിലൊരു പ്രശ്നമില്ല. കാര്യം ഞാൻ ആശയോട് പറഞ്ഞു, നമ്മൾ ആരെങ്കിലും അങ്ങനെ തേജോവധം ചെയ്യുമ്പോൾ, നമ്മുടെ സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് അത് ജീവൻ ഏറ്റവും ഭാഗ്യമുള്ള ആധ്യാത്മിക ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഭാഗ്യകരമായ നമ്മുടെ അത്രയും വലിയ ദോഷങ്ങളൊക്കെ പോവും. അവർ തേജോവധം ചെയ്യട്ടെ. അങ്ങനെ പല ആൾക്കാരും നമ്മളെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ വരുന്നത് സത്യം പറഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ ആശയെ പറഞ്ഞു. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത കാര്യത്തെ മറ്റൊരു വ്യക്തിയെ തേജോവധം ചെയ്യാനായിട്ട് വന്നു നിന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, ആരാണ് ശരി ആരാണ് തെറ്റ്, ഇതൊന്നും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി തേജോവധം ചെയ്യുന്നു. ഇതിനെയാണ് ശൂദ്രത്വം എന്ന് പറയുന്നത്. ഒരു കാര്യമില്ലാതെ ഇത്രയും വലിയ കർമ്മദോഷം ഏറ്റുപിടിക്കുന്നു. ഇതാണ് ശൂദ്രത്വം. അപ്പോൾ ഇത്തരത്തിൽ ശൂദ്രത്വത്തെ പെരുമാറുന്നു. ഇനി മറ്റൊരു വ്യക്തി പറയുന്നു, സഹോദരനെ പോലെ കണ്ടിട്ട് ഇങ്ങനെ ആയി, അങ്ങനെ ആയി, മാതൃകാപരമല്ല. ആര് പറഞ്ഞ് സഹോദരനെ പോലെ കണ്ടെന്ന്? സുഹൃത്താണെന്നല്ലേ പറഞ്ഞത്. ഇനി സഹോദരനെ പോലെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ആരെങ്കിലും? നമുക്കിങ്ങനെ പറയാമെന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ സ്ത്രീകളുടെ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെ പറയും, അതായത് പെൺകുട്ടികളൊക്കെ ഈ വരുന്ന ആൺകുട്ടികളോടും എല്ലാവരോടും ഒക്കെ വലിയ രീതിയിലൊക്കെ പെരുമാറി ആക്ഷൻ കാണിച്ച് അവരുടെ ഇളക്കങ്ങളും എല്ലാം കാണിച്ചതിന് ശേഷം ഈ പാവ പിടിച്ച ആൺകുട്ടികളാണെങ്കിലോ അവർ വിചാരിക്കും ഇതൊരു ഇൻവിറ്റേഷൻ ആണെന്ന്. അവർ ഇൻവിറ്റേഷൻ പോലെ കരുതി ചെല്ലുമ്പോൾ പറയും, ഞാൻ സഹോദരനെ പോലെയാണ് കണ്ടത്.
ഈ സ്ത്രീകൾ സ്ഥിരം പറയുന്നതാണ്, എല്ലാ കുഴച്ചു മറിച്ചിലുകളും എല്ലാം നടത്തിയതിന് ശേഷം പറയും ഞാൻ സഹോദരനെ പോലെയാണ് കണ്ടത്. അപ്പോൾ ഇത് സ്ത്രീകളുടെ ഒരു സ്ഥിരം നമ്പറാണ്. ഈ പിന്നെ കുഴഞ്ഞു മറിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സഹോദരനെ പോലെയാണ് കണ്ടത്. അത് ആണുങ്ങളെ തേക്കാൻ വേണ്ടിയുള്ള ഒരു സ്ത്രീകളുടെ സ്ഥിരം നമ്പറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സഹോദരനെ പോലെയോ സഹോദരിയെ പോലെയൊക്കെ കണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മം. നമ്മൾ അങ്ങനെ പറയും. പൊതുവേ നമുക്ക് ഒരു സ്നേഹമൊക്കെ തോന്നുമ്പോൾ എല്ലാവരോടും പറയുമെങ്കിലും ശാരീരികമായി ആരും സഹോദരനോ സഹോദരിയോ ഒന്നും അല്ല. അപ്പോൾ അങ്ങനെ ആകാൻ പറ്റില്ല. അപ്പം നമുക്ക് സുഹൃത്തെന്ന് പറയാം. അപ്പോൾ സുഹൃത്തായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രായഭേദമന്യേ ആരും സഹോദരനോ സഹോദരിയൊന്നും അല്ല, സ്വന്തം അല്ലാതെ. അപ്പോൾ ഇവിടെ വൃത്തികേടായിട്ട് അപ്പോൾ ഈ സ്ത്രീ പറയുന്ന പോലെ സഹോദരനും സഹോദരിയും അങ്ങനെ ഒന്നും അല്ല, ആണും പെണ്ണും എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ സഹോദരനും സഹോദരിയൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നതാണ്, നമ്മളിങ്ങനെ പറയുന്നതാണ്. അത് സത്യമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതത്തിന് നമുക്കൊരു അടുക്കും ചിട്ടയായിട്ട് പോകാനായിട്ട് മനുഷ്യൻ പല കാര്യങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാതെ അതൊന്നും സത്യം ആണും പെണ്ണും എന്നുള്ള കാര്യമേ ഉള്ളൂ. പിന്നെ മാതൃകാപരമല്ല. ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ മാതൃകാപരമല്ലെങ്കിൽ ഇപ്പോൾ ലോകനീതിയിൽ ഒരു പ്രായം കുറഞ്ഞ വ്യക്തിയും പ്രായം കൂടിയ സ്ത്രീയും തമ്മിലൊന്നും ലോകനീതിയിൽ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അപ്പം നമ്മൾ ലോകത്തിനോട് തൻ്റെ ഗുരുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതിപ്പോൾ ഏത് വ്യക്തിക്കും അവൻ്റെ വിശ്വാസത്തെക്കുറിച്ചും അവൻ്റെ ഈശ്വരനെക്കുറിച്ചും അവൻ്റെ ദൈവത്തെക്കുറിച്ചും അവൻ്റെ ആചാര്യനെക്കുറിച്ചും അവൻ്റെ ഗുരുവിനെക്കുറിച്ച് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിൽ സംസാരിക്കുന്നു. നമ്മളെക്കൊണ്ട് മാതൃകാപരമാകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. നിങ്ങൾ നമ്മളെ മാതൃക ആക്കണ്ട. അല്ലാതെ പിന്നെ എന്ത് പറയാൻ പറ്റും അതിനെക്കുറിച്ച്? പിന്നെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ശരീര മനസ്സുകളുടെ തലത്തിൽ ഞാൻ വിവാഹം കഴിച്ചു. പക്ഷേ ആത്മബോധത്തിൻ്റെ തലത്തിൽ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. കാരണം ആത്മബോധത്തിൽ വിവാഹമില്ല. എല്ലാവരുടെ ആത്മാവ് സന്യാസി തന്നെയാണ്. ആത്മബോധത്തിലേക്ക് ഉണരുന്നവർ മാത്രമേ ഇത് അറിയുന്നുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ആത്മബോധത്തിൽ എല്ലാവരും സന്യാസി തന്നെയാണ്. എന്നാൽ ശരീര മനസ്സുകളുടെ തലത്തിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ വിവാഹമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ സോൾ മേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ഈ മനസ്സിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിനെയാണ് ഈ സോൾ മേറ്റ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ മിക്കവാറും ശാരീരികമായ തലത്തിലുള്ള ബന്ധങ്ങളാണ് പൊതുവേ നടക്കുന്നത്. അപ്പോൾ ആത്മബോധത്തിൻ്റെ തലത്തിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല. കാര്യം ആത്മാവിൻ്റെ തലത്തിൽ വണ്ണസ് ആണ്. ആത്മാവിന് പ്രേമമോ കാമമോ ഇല്ല, ആത്മാവിന് സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹ സ്വഭാവത്തിലുള്ള ആത്മബോധത്തിൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവരുമായിട്ട് ഒന്നായി ചേരുകയാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് ഒന്നായി ചേർന്ന ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് എല്ലാവരുടെ സ്നേഹമാണ് പ്രസരിക്കുന്നത്. അപ്പോൾ ആത്മബോധത്തിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്നതിനൊക്കെ വിവാഹം കഴിക്കാനും പറ്റില്ല. എന്നാൽ ആർക്കും വിവാഹം കഴിക്കാൻ പറ്റില്ല. ആത്മാവ് എപ്പോഴും സന്യാസിയാണ്. എല്ലാ കാര്യത്തിൽ നിന്നും സന്യാസം സ്വീകരിച്ച് നിൽക്കുന്ന ഒരു തലമാണ്. അതിന് പരമാത്മാവിനോട് മാത്രമാണ് പ്രണയം. അപ്പോൾ ഗുരു സ്വഭാവത്തിൽ തൻ്റെ പരമാത്മാവിനോട് അടുക്കുക എന്നുള്ളതാണ് ആത്മാവിൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ആത്മാ സ്വരൂപത്തെ മനസ്സിലാക്കി ജീവിക്കുന്നവനാണ് ആധ്യാത്മികനായ വ്യക്തി. അപ്പോൾ ശാരീരികവും മാനസികവുമായ തലത്തിൽ എൻ്റെ ലോകവ്യാപാരത്തിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ ആത്മസ്വരൂപത്തിൽ ആത്മഭാവത്തിൽ പോകാനാണ് എൻ്റെ ഇഷ്ടം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പല ആൾക്കാരും എൻ്റെ ആധികാരികം, ഞാൻ എങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ തീക്ഷ്ണത, അവൻ്റെ ദേഷ്യം എന്നൊക്കെ പറയുമ്പോൾ പിറുപിറുക്കുമ്പോൾ പുച്ഛിക്കുമ്പോൾ ഈ ആത്മബോധത്തിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തികൾക്ക് ആധികാരികമായിട്ടേ സംസാരിക്കാൻ പറ്റൂ. കാരണം ആത്മബോധത്തിനൊരു ആധികാരികത, ആത്മാവിൻ്റെ സ്വഭാവമാണ് ആധികാരികത എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആധികാരികമായിട്ടും അവർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അവരുടെ ആത്മവിശ്വാസം അങ്ങനെയാണ് എന്ന് വെച്ച് ഈ വ്യക്തികളെല്ലാം പരുഷമായ വ്യക്തികളെന്നല്ല. അത് അവരോട് നേരിട്ട് ഇടപഴകിയാൽ മാത്രമേ മനസ്സിലാവൂ. ഇപ്പോൾ ഓഷോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ പരുഷമായിട്ടൊക്കെ വിമർശിക്കുകയും പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയ വ്യക്തികൾ പറയുന്ന അദ്ദേഹത്തെ പോലെ ഏറ്റവും നൈസായിട്ടുള്ളൊരു വ്യക്തി മറ്റാരുമില്ല എന്നാണ്. അപ്പോൾ ഞാൻ ഈ ഓഷോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരെല്ലാം ഓഷോയുടെ കാര്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ. അപ്പോൾ ഓഷോയുടെ കാര്യം ഞാൻ പറയുന്ന ഓഷോ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മണ്ഡലത്തെക്കുറിച്ച്, ആ സൈക്കോളജിയെക്കുറിച്ച്, ആ ബോധമണ്ഡലത്തെക്കുറിച്ച് ഓഷോ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ പരിണമിക്കുമ്പോൾ നമ്മൾ ഒരു തലത്തിലുള്ള തുടക്കത്തിലുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ആത്മബോധത്തിൽ വികസിക്കേണ്ട കാര്യങ്ങൾ ഓഷോയെ പോലുള്ള കാര്യങ്ങളും കൃഷ്ണമൂർത്തി, രമണ മഹർഷിയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുരുമാർഗം, ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാ സ്ഥലത്തുള്ള നല്ല കാര്യങ്ങളും നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. അപ്പം ഞാൻ ആ രീതിയിൽ എടുക്കുന്നു. ഇപ്പോൾ ആത്മബോധത്തിൻ്റെ തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇതുപോലെ ആധികാരികമായി സംസാരിക്കുന്നു. എന്നാൽ എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ വളരെ സ്നേഹത്തോടെയും എളിമയോടെയും പെരുമാറുന്നു, ഓരോ വ്യക്തികളോടും പെരുമാറുന്നു.
അങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളോട് പലരും നമ്മുടെ ഈ ശൈലിയും രീതിയൊക്കെ കണ്ടിട്ട് ചിലർക്ക് ഭയങ്കര പുച്ഛം ദേഷ്യം ഒക്കെ കാണിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു ആശയോട് നമ്മളെക്കുറിച്ച് അങ്ങനെ പുകഴ്ത്തി സംസാരിക്കരുത്, പുകഴ്ത്തി സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദേഷ്യം വരും. ഞാനത് എഡിറ്റ് ചെയ്തപ്പോൾ കട്ട് ചെയ്യാൻ വരെ പോയി. അപ്പോൾ ആശ പറഞ്ഞു നമ്മൾ ആ സംസാരിച്ച് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ കാര്യങ്ങളുടെ ആധികാരികതയെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനെങ്കിലും അത് ഇരിക്കട്ടെ, സ്ത്രീയെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്, മറ്റുള്ളവർക്ക് അത് ഭയങ്കര ദേഷ്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉയർന്ന ചിന്താഗതിക്കാരന് ഇത് ദേഷ്യം വരില്ല, അവനെല്ലാം സന്തോഷമാണ്. എന്നാൽ ഈ താഴ്ന്ന മനസ്സുമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ ഈ മോശമായ കാര്യം പറയുമ്പോൾ അവർ നമ്മളോട് ഭയങ്കര ദേഷ്യം കാണിക്കും. ഈ ഉയർന്ന മനസ്സുള്ളവർ നമ്മുടെ ഒരു മോശമായ കാര്യം വരുമ്പോൾ നമ്മളോട് അവർ സ്നേഹം കാണിച്ച് സഹതാപം കാണിക്കും. താഴ്ന്ന മനസ്സിലുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണിച്ചാൽ അവർ സഹതാപവും സ്നേഹവും അപ്പോഴേ കാണിക്കും ഉയർന്ന മനുഷ്യർ. ഇനി താഴ്ന്ന മനുഷ്യരാണെങ്കിലോ അവരുടെ അതേ രീതിയിലുള്ള താഴ്ന്ന നിലവാരത്തിലുള്ള കാര്യം കാണിക്കുമ്പോൾ അവരെ അധിക്ഷേപിക്കും. കാര്യം താഴ്ന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കിത് അധിക്ഷേപിച്ചാൽ മാത്രമേ അവർ നല്ലതാണെന്ന് തെളിയിക്കാൻ പറ്റൂ. അപ്പോൾ ഈ താഴ്ന്ന നിലവാരത്തിലുള്ളവർ ഈ താഴേക്കിടയിൽ മോശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാളെ അധിക്ഷേപിക്കും. നല്ല കാര്യങ്ങളുള്ള വ്യക്തികളെ കാണുമ്പോൾ അവരെ ആരാധിക്കും. നല്ല ആൾക്കാരാണെങ്കിലോ താഴ്ന്ന നിലവാരത്തിൽ കിടക്കുമ്പോൾ നമ്മളോട് സഹതാപം കാണിക്കും, നല്ല രീതിയിലായ അധിക്ഷേപിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്നെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്മയുള്ള ആൾക്കാർക്കാണ് ദേഷ്യം, പിന്നെ നമ്മളോട് ദേഷ്യമാണ്. നന്മയുടെ വക്താക്കളായ ഉയർന്ന ആൾക്കാർക്ക് പിന്നെ ദേഷ്യമാണ്, അവർ പിന്നെ പുച്ഛിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ താഴ്ന്നു കിടന്ന അവർ സ്നേഹിക്കുക. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും ഒരേപോലെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശക്കാരെല്ലാം പിന്നെ നമ്മളെ അധിക്ഷേപിച്ച് കളയും. ഇനി നല്ലതെന്ന് പറഞ്ഞാൽ മോശക്കാരെല്ലാം സ്നേഹിക്കുകയും ചെയ്യും, നല്ല സ്വഭാവത്തിലുള്ള ആൾക്കാർ നമ്മളെ അധിക്ഷേപിക്കാനും തുടങ്ങും. അപ്പോൾ ഈ സത്യത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സത്യത്തിൻ്റെ പ്രവർത്തനം നടത്തണമെങ്കിൽ സത്യത്തിൻ്റെ പ്രവർത്തനം നിസ്സംഗമായ ഈ നന്മ തിന്മകൾ വെച്ച് നോക്കാത്ത ന്യൂട്രലായ വ്യക്തികളാണ് സത്യം പറഞ്ഞാൽ സത്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത്. അപ്പം ന്യൂട്രലായ വളരെ പക്വമതികളായ ജീവനുകൾ വികസിച്ച വ്യക്തികൾ മാത്രമാണ് സത്യത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നവരെ അംഗീകരിക്കുന്നത്. അല്ലാതെ നന്മയുടെ ആൾക്കാരും തിന്മയുടെ ആൾക്കാരും ഒരേപോലെ എതിർക്കും. അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാർക്ക് ഏറ്റവും അധികം പണ്ട് കാലങ്ങളിലെല്ലാം ഗുരുക്കന്മാരെ ഏറ്റവും അധികം ഉപദ്രവിച്ചിട്ടുള്ള ഈ നന്മ തിന്മകളിലുള്ള ഒരേപോലെ നന്മയുള്ള ആൾക്കാരും തിന്മയുള്ള ആൾക്കാരും എതിർത്ത് കളയും ഈ സത്യത്തിൻ്റെ വക്താക്കളെ. ഇപ്പോൾ അഭിവന്ദ്യ ശിഷ്യപൂജിതയെ ഇത്രയും ആൾക്കാർ എതിർക്കുന്നത് അത് സത്യത്തിൻ്റെ വക്താവായതുകൊണ്ടാണ്. നന്മയുടെ തിന്മയുടെ വക്താക്കളായിരുന്നു ആരെങ്കിലും സപ്പോർട്ട് ചെയ്തതിനെ. സത്യത്തിൻ്റെ വക്താക്കളെ വളരെ കുറച്ച് പക്വതയുള്ള ആൾക്കാർ മാത്രമേ അംഗീകരിക്കൂ. ഇപ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ കാലത്തായാലും ഗുരുവിനെ കുറച്ച് ആൾക്കാരാണ് സ്വീകരിച്ചിരുന്നത്, എന്നാൽ പൊതുസമൂഹം അധിക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത്. അത് എന്നും ഇങ്ങനെയാണ്. സത്യത്തിൻ്റെ വക്താക്കളെ നന്മ തിന്മയുള്ള രണ്ട് കൂട്ടരും എതിർക്കും. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെയും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ശിഷ്യപൂജിതയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ കാര്യവും, പിന്നെ ഒരു ആൾക്ക് മാനസിക രോഗത്തിന് ഇവിടെ മരുന്ന് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അയാളായിട്ട് ഓളി ക്യാമറയിൽ അയാളുടെ ഡയലോഗൊക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് 2-3 കാര്യം കൂടെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ്. ഇപ്പൊ ശിഷ്യപൂജിതയുടെ പിന്നെ ഹോസ്പിറ്റലൈസ് ആയ കാര്യമൊക്കെ പുള്ളി അങ്ങ് പിന്നെ അധിക്ഷേപിക്കുകയാണ്. ഇപ്പൊ ശിഷ്യപൂജിതയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഏത് ശരീരത്തിലാണ് ഉണർന്നിരിക്കുന്നത്. പൊതുവായിട്ടുള്ള എല്ലാവരും അവൻ്റെ ഫിസിക്കൽ ബോഡിയിലാണ് ഉണർന്നിരിക്കുന്നത്. ചിലർ മാനസിക ബോഡിയിലാണ് ഉണർന്നിരിക്കുന്നത്. ചിലർ ആത്മബോധത്തിലാണ് ഉണർന്നിരിക്കുന്നത്. ഇനി ഒരു ഗുരു പരമബോധത്തിലാണ് ഉണർന്നിരിക്കുന്നത്. അപ്പോൾ പരമബോധത്തിൽ ഉണർന്നിരിക്കുന്ന ഗുരുവിനെ സംബന്ധിച്ച് ഫിസിക്കൽ ബോഡിയും മറ്റ് കാര്യങ്ങളും ഒന്നും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അത് ശിഷ്യ സമൂഹത്തിൻ്റെ ജോലിയാണ്. ഈ പരമബോധത്തിൽ ഉണർന്ന ഒരു ഗുരുവിനെ സംരക്ഷിക്കുക എന്നുള്ളത് ശിഷ്യ സമൂഹത്തിൻ്റെ ചുമതലയാണ്. ആ ഗുരുവിന് വേണ്ടി പ്രാർത്ഥിക്കാനും ആ ഗുരുവിന് വേണ്ടി സങ്കല്പിക്കാനും ആ ഗുരുവിൻ്റെ ശരീരം മാനസിക തലത്തിൽ നിലനിർത്താനും ശിഷ്യ പരമ്പര അഹോരാത്രം പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഈ ഗുരുവിനെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ കാലഘട്ടത്തിലായാലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുരു പിന്നെ പ്രതിഷ്ഠ കർമ്മമൊക്കെ ചെയ്തതിന് ശേഷം ഗുരു എപ്പോഴും കിടപ്പിലായിരുന്നു. ഓരോ സമയത്തും ഒരുപാട് പേര് പിടിച്ചുകൊണ്ട് വേണം നടക്കുന്നത്. അപ്പോൾ ഗുരുക്കന്മാരെ ഇങ്ങനെ ഭയങ്കര അസുഖമായിട്ട് രോഗമായിട്ടും ഒക്കെ കണ്ട് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ആ ശരീരത്തിൻ്റെ പ്രത്യേകത, ആ ബുദ്ധിമുട്ടുകൾ ഗുരുവിന് തന്നെ അന്നത്തെ കാലത്ത് ഒരുപാട് വിഷമതകൾ ഉണ്ടാകുമ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുള്ളപ്പോഴും അന്നത്തെ കാലത്ത് നമ്മൾ പുറത്തുനിന്ന് ഡോക്ടേഴ്സിനെ, ഉന്നതമായിട്ടുള്ള വലിയ വലിയ ഡോക്ടേഴ്സിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ചികിത്സിച്ചിരുന്നത്. അപ്പോൾ ഗുരുക്കന്മാരുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന അത് ഒരു പ്രത്യേക ശാസ്ത്രമാണ്.
അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ശിഷ്യപൂജയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പ്രതിഷ്ഠയല്ല, അനേകം പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നു. അന്നത്തെ കാലത്ത് ഗുരുവിനെ നമസ്കരിക്കുന്ന കുറച്ച് ശിഷ്യ സമൂഹമാണെങ്കിൽ ഇന്ന് ശിഷ്യപൂജയെ വന്ന് നമസ്കരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും കർമ്മഗതികളെയൊക്കെ മാറ്റി പ്രവർത്തിപ്പിക്കുന്ന ഒരു ശിഷ്യൻ, ഗുരു വളർത്തിയെടുത്ത ശിഷ്യൻ, ആ ഗുരു ഊർജം കൊടുത്ത് നിലനിർത്തിയിരിക്കുന്ന ഈ ശിഷ്യൻ്റെ ശരീരം അത്രമാത്രം ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോകുന്നത്. എന്നാൽ ആത്മബോധ അല്ലെങ്കിൽ പരമബോധത്തിൻ്റെ ആനന്ദത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഗുരുവിന് തൻ്റെ യഥാർത്ഥ അസ്തിത്വം, നമ്മൾ ഏത് ബോധത്തിലാണോ ഒരാൾ സീറ്റഡ് ആയിരിക്കുന്നത് ആ ബോധത്തിനെ അനുസരിച്ച് വേണം അയാളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ. അയാളെ ഒരു ശരീരത്തിൻ്റെ തലത്തിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഗുരുവിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ടാണെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് എല്ലാ സൗകര്യവും കൊണ്ടുവന്ന് ചികിത്സിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ ശിഷ്യ സമൂഹത്തിന് അന്നേരം കൂടെ ഉണ്ടായിരിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയാവൂ. അവരേത് സാഹചര്യത്തിലാണ് അങ്ങനെ തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ഇയാൾ പരിഹസിക്കുന്ന പോലെയല്ല, ഇത്രയും പരമപ്രകാശ സ്വഭാവത്തിലുള്ള ഒരു ഗുരു ആ ഹോസ്പിറ്റലിൽ പോയ ആ ഹോസ്പിറ്റലിനും ആ നാടിനും ആ സ്ഥലത്തിനും എല്ലാത്തിനും നന്മ തന്നെയാണ്. അത് പരിഹസിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ ഗുരുവിൻ്റെ ശരീരം നല്ലതോ അസുഖമോ ബുദ്ധിമുട്ടോ എന്തോ ആവട്ടെ, അതിന് പല കാരണങ്ങളുണ്ട്. ഗുരുവിൽ നിന്ന് വരുന്ന പ്രകാശം സ്വീകരിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവന് അവൻ്റെ അസുഖങ്ങൾക്കും മാറ്റം ഉണ്ടാകും, അവൻ്റെ ജീവിതത്തിലെ പ്രോബ്ലങ്ങളും മാറും, അവൻ്റെ ജീവിതത്തിലെ സായുജ്യങ്ങൾ, ഇതെല്ലാം അവൻ്റെ വിശ്വാസത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇയാൾ പരിഹസിക്കുന്ന പോലെ അല്ല. പിന്നെ കൂടാതെ ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജും RCC ഒക്കെ പോലുള്ള ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാം, നിരന്തരം ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് പേരാണ് അവിടെ മരിക്കുന്നത്, ഇത്രയും വലിയ ഹോസ്പിറ്റലുകളായിട്ടും. അതേസമയം ഇപ്പോൾ ഒരു ആയുർവേദ രംഗത്തോ മറ്റേതെങ്കിലും രംഗത്തോ ഒരാൾ മരിച്ചാൽ ഇവരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കും. പക്ഷേ മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാൽ നിരന്തരം നൂറുകണക്കിന് പേരാണ് മരിക്കുന്നത്. നമ്മൾ ആരും കുറ്റപ്പെടുത്താറില്ല. എന്തുകൊണ്ടാണ്? ഏറ്റവും അങ്ങേ അറ്റത്തെ കേസുകളാണ് അവിടെ എത്തുന്നത്. അതുപോലെ തന്നെ ആശ്രമ സ്വഭാവത്തിൽ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിൽ പല വിധത്തിലുള്ള പ്രോബ്ലങ്ങളുള്ള വ്യക്തികൾ വരാറുണ്ട്. ഒരു നല്ല വിഭാഗം, ഒരുപാട് പേര് സത്യാന്വേഷികളും ആത്മാന്വേഷികളും മറ്റ് ആരാധന സ്വഭാവത്തിലും വരുമ്പോഴും പല വിധത്തിലുള്ള മാനസിക ശാരീരിക പ്രോബ്ലങ്ങളുള്ള ഒരുപാട് വ്യക്തികൾ ആശ്രമ സ്വഭാവത്തിൽ വരാറുണ്ട്. അപ്പോൾ അവർക്ക് പല വിധത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ 90% പേരും ഭേദമാകുമ്പോൾ ചില 10% പേർക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് ഭേദമാകാതിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ ഗുരു പറഞ്ഞതനുസരിച്ച് ജീവിക്കാത്ത എന്തെങ്കിലും കർമ്മഗതികളുടെ ഒരു ഭാഗമായിട്ട് അത് ആകാതെ വരുമ്പോൾ ഇതേപോലുള്ള ചില വിഷമങ്ങളിലൂടെ അവർ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അവരത് വിശ്വസിച്ച് പ്രവർത്തിച്ച് ഈ പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് അവർ വിശ്വസിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് കാര്യത്തിലും അവർക്ക് സായുജ്യം കിട്ടുമെങ്കിൽ ഈ വിശ്വാസ സ്വഭാവത്തിൽ എത്രത്തോളം ഓരോരുത്തരും ഏത് രീതിയിലാണ് ഈ വിശ്വസിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് കാഴ്ചപ്പാടിൽ ഏത് കാര്യങ്ങളെ അവർ അന്ധമായി വിശ്വസിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗുരുവിൻ്റെ മുമ്പിൽ ഓപ്പണായിട്ട് നിന്നാൽ മാത്രമേ, ഓപ്പണായ മനസ്സിൽ ഗുരുവിന് എന്തും സാധിക്കുമെന്നുള്ള ഓപ്പണായ മനസ്സിൽ നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഫലം കിട്ടുകയുള്ളൂ. പിന്നെ ബാക്കി വരുന്നത് നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ്. കാര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാതെ നമുക്ക് എന്ത് പരിണാമം ഉണ്ടാകാനാണ്. അപ്പോൾ ഈ ഒളിക്യാമറയിലൂടെ ഈ അടുത്ത കാലത്ത് കാണിച്ച ആ പയ്യൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആശയെ സംബന്ധിച്ച് ആ പയ്യൻ ആശയൊക്കെ പല സമയത്തും വന്ന് ശല്യം ചെയ്ത് ആശയുടെ വീട്ടിലൊക്കെ വന്ന് ഈ ആധാരം എടുത്തതാ, എൻ്റെ മറ്റതെടുത്തതാ, നീ ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞ് കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്ന നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനസിക വൈഷമ്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അവസാന സാഹചര്യത്തിൽ കുറച്ച് മാനസിക വൈഷമ്യം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉണ്ടാകുന്ന അസുഖങ്ങൾ അത് ഒരേപോലെയാണ്. അതിന് ഒരു വ്യത്യാസമില്ല. മാനസിക രോഗം എന്തോ പ്രശ്നമെന്നുള്ളതല്ല, രണ്ടും ഒരേപോലുള്ള അസുഖങ്ങളാണ്. അതിന് നമ്മൾ ഉചിതമായ ചികിത്സ നേടണമെന്നുള്ളതാണ്. അല്ലാതെ ചികിത്സ ചെയ്യാതിരുന്ന ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെയൊക്കെ ഇപ്പോൾ ആശയെ ശല്യം ചെയ്ത പോലെ പല ആൾക്കാരെ ശല്യം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഹാലൂസിനേഷനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പലതും തോന്നുകയാണ്. ആശ എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ എടുത്തു, അദ്ദേഹത്തിൻ്റെ ആധാരം, വീടിൻ്റെ സാധനങ്ങളൊക്കെ അദ്ദേഹം എടുത്തു എന്നും പറഞ്ഞ് ആശ എടുത്തു എന്ന് ബഹളം വെക്കുന്നു. അപ്പോൾ അവർക്കിങ്ങനെ മാനസികമായിട്ട് പലതും തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ചികിത്സിക്കണ്ടേ? അപ്പോൾ അതൊരു കുറ്റം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഫ്രെയിം ചെയ്ത് കള്ളക്കഥ പറഞ്ഞ് നമ്മൾ ശരിയെന്ന് തോന്നുന്ന, നോർമലെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിനൊരു തെറ്റായ ആരോപിക്കാനുള്ള കാര്യമാണ്. അതിനുശേഷം ആ മാനസിക വിഷമമുള്ള പയ്യൻ്റെ കാര്യം പോലെയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും എല്ലാം തോന്നുകയാണ്. അവർക്കിങ്ങനെ പല പല കാര്യങ്ങൾ തോന്നുകയാണ്. അപ്പോൾ ആ തോന്നുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ആരോപണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവർ ഉന്നയിച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ ഈ വീഡിയോകൾ ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു കഴിഞ്ഞു, പല പ്രാവശ്യം മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതേപോലുള്ള വീഡിയോകളൊക്കെ എടുത്ത് പരിശോധിക്കാം. ഇനി ഈ വ്യക്തിയുടെ വീഡിയോകൾ ഞാൻ കാണാൻ പോകുന്നില്ല. കാര്യം ഇദ്ദേഹം നമ്മളെക്കുറിച്ച് പലതും അധിക്ഷേപിച്ചും കുറ്റപ്പെടുത്തിയും മോശമായിട്ടൊക്കെ പറയും. നിങ്ങൾ പറയുന്നതിനേക്കാളും മോശമായിട്ട് തന്നെ എന്നെ ചിത്രീകരിച്ചോളൂ, എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. കാര്യം നമ്മളെ പേഴ്സണലായിട്ട് അധിക്ഷേപിക്കുന്നതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മൾ ഗുരുവിനെ
ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാനോ എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ വീട്ടുകാരോ ആരും ഇനി കാണുന്നതല്ല. മറ്റുള്ളവരടുത്തും എനിക്ക് കാണരുതെന്നാണ് അഭ്യർത്ഥന. നമുക്കൊരു രസം പോലെ ഈ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു വാസന കൊണ്ട് ഈ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന ഒരു സുഖമാണ്. ആ വാസന കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വരുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കള്ളം പറഞ്ഞാൽ പണ്ട് കാലത്ത് മഹാഭാരതത്തിൽ പാണ്ഡവർ ഒരു രീതിയിലുള്ള കള്ളവും പറയില്ല. ഈ പണ്ട് കാലത്തുള്ളവർ അങ്ങനെയാണ്. കാര്യം അവർക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. കള്ളം പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും കള്ളം പറഞ്ഞാൽ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ആഗ്രഹങ്ങളും ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും എല്ലാം പൂർത്തീകരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ നമ്മൾ കള്ളം പറഞ്ഞ് ശീലിച്ചാൽ പിന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മുടെ ഒരു കാര്യവും പോവില്ല. നമ്മുടെ ജീവിതം അടഞ്ഞു പോകും. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു നമ്മൾ പിന്നെ കർമ്മഗതി അനുഭവിക്കുകയേ തരമുള്ളൂ. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അടയ്ക്കുന്ന കള്ളങ്ങൾ നമ്മൾ പറയരുത്. എന്നാൽ ഗുരുക്കന്മാർ കള്ളം പറഞ്ഞുകൊണ്ട് ചില മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ഗുരുക്കന്മാർക്ക് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് ഒന്നും മൈൻഡ് ഇല്ലാതെ ആത്മബോധത്തിൽ നിന്ന് സംസാരിക്കുന്നവരാണ് ഗുരുക്കന്മാർ. അപ്പോൾ ഗുരുക്കന്മാരുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പാടില്ല. മനസ്സിൻ്റെ തലത്തിൽ വർത്തിക്കുന്ന വ്യക്തികൾ കള്ളം പറയാൻ പാടില്ല. ഒരു കള്ളവും പറയരുത്. അവർ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ അടഞ്ഞു പോകും. പിന്നെ പലതരത്തിലുള്ള ശാരീരിക മാനസിക വൈഷമ്യങ്ങളായിട്ട് മാറും. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ പരിഹസിച്ച് അധിക്ഷേപിച്ചാൽ അതെല്ലാം നമ്മൾ ചെയ്തതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത് തോന്നും. ഞാൻ ഇപ്പോൾ ഓരോരുത്തരും ചെയ്തു കുറ്റം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ആ കുറ്റങ്ങളെല്ലാം നമ്മൾ ചെയ്തതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് തോന്നുകയും അതിന് തക്കവണ്ണമുള്ള കർമ്മം നമുക്ക് ലഭിക്കുകയും ചെയ്യും ജീവിതത്തിൽ. അപ്പോൾ ഇതുപോലുള്ള വിഡിത്തങ്ങൾ ചെയ്യുമ്പോൾ തൻ്റെയും തൻ്റെ കുടുംബത്തിലും തൻ്റെ സന്തതി പരമ്പരയിലും തൻ്റെ പിതൃ സ്വഭാവത്തിലും ഏറ്റവും വലിയ ഹീനതകളാണ് വാങ്ങിച്ചു കൂട്ടുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും ചെയ്യാൻ. നിങ്ങൾക്ക് ഗുരുവില്ലാത്തവരാണ്, സ്വന്തം കാര്യം അവരവർ മാത്രം നോക്കേണ്ടവരാണ്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ സത്യവും ധർമ്മവും നീതിയൊക്കെ പാലിച്ച് ജീവിക്കുക. അല്ലാതെ ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആരും പിന്നെ താങ്ങൂല. ദുഷ്ടനെ പന പോലെ വളർത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടെ അവസാനം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് ഓരോരുത്തരും ആലോചിച്ചോളണം. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിർത്തുകയാണ്. ഇതേപോലത്തെ വീഡിയോകൾക്കുള്ള ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് കാര്യം അതിനെ മാറ്റാൻ വേണ്ടിയാണെങ്കിലും അതെനിക്ക് ഒരു തലവേദനയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് വീഡിയോകളിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നൊരു സുദിനമാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം ആശ്രമത്തിൽ ആരാധനാലയത്തിൽ നിൽക്കുമ്പോൾ ഗുരുവിൽ നിന്നൊരു അശരീരി പോലെ ഗുരുവിൽ നിന്നൊരു വാക്ക് ആശയുടെ ഉള്ളിൽ ഇങ്ങനെ കേട്ടു. നിങ്ങൾ ചെയ്ത ആ കാര്യങ്ങളെല്ലാം ഗുരുവിന് തൃപ്തിയായി. അതായത് അത് തൃപ്തിയായി എന്നുള്ള ഒരു വാക്ക് ഗുരുവിൽ നിന്ന് കിട്ടി. മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ആശയ്ക്ക് ഇങ്ങനെ ഗുരു വാക്കായിട്ട് കിട്ടി. അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലുള്ള ഒരു ബിസിനസ്സായിട്ട് എന്തെങ്കിലും നന്മ വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാനിതൊന്നും ചെയ്തത്. ഞാൻ എൻ്റെ ധാർമ്മിക ബോധത്തിൽ എനിക്ക് തോന്നിയ നന്മയെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് ദൈവികമായിട്ട് നല്ല ഫലങ്ങൾ അതിപ്പോൾ ഒരു വാക്കായിട്ട് ഗുരുവിൻ്റെ വാക്കായിട്ട് ആയാലും ഒരു ഉള്ളിൽ തെളിഞ്ഞ ഒരു ചിന്തയായ പോലും നമുക്കത് സന്തോഷം നൽകുന്നു. പിന്നെ ഇവർ ആരോപിക്കുന്ന പോലെ ഇവരുടെയൊക്കെ പലരും ചാനലിൽ പറയുന്ന കണക്ക് ഞാൻ പ്രോക്സി വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനും ആശയം പെയ്ഡ് സർവീസാണെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു കാര്യമില്ല. ഇതൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ഈ വീഡിയോകളെല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്ത വീഡിയോസാണ്. എനിക്ക് ആശ്രമത്തിൻ്റെ അധികാരികളുമായിട്ടോ മറ്റ് ആൾക്കാരുമായിട്ടോ ഒന്നും ഈ വിഷയങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യാറില്ല. ആരും എന്നെ സമീപിക്കാറില്ല, ആരോടും സംസാരിക്കാറുമില്ല. ഞാൻ എല്ലാവരെയും ബഹുമാനിച്ചങ്ങ് പോകുന്നതല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതേപോലുള്ള വിഷയങ്ങളൊന്നും ആരോട് സംസാരിക്കില്ല. എൻ്റെ ആത്മബോധത്തിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തി വരിച്ച ആശ്രമത്തിൻ്റെ പ്രതിനിധികളാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇങ്ങനെ പലതും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും ആരും കേൾക്കുന്നില്ല. ആശ്രമത്തിലെ പ്രതിനിധികൾക്കെല്ലാം പല കാര്യങ്ങളിൽ അവർ ബിസിയാണ്. കൂടാതെ ഇപ്പോൾ ആശ്രമത്തിനെ സംബന്ധിച്ച് ഗുരു എക്കാലവും പുതിയ തലമുറയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കാര്യം പുതിയ തലമുറയിലൂടെയാണ് ആശ്രമത്തിൻ്റെ വളർച്ച. പഴയ ആൾക്കാർ ഇതേപോലെ പല പിറുപിറുക്കുമ്പോൾ ഗുരു അങ്ങ് മാറ്റി നിർത്തിയിട്ട് പുതിയ ആൾക്കാരെയാണ് ഏൽപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ആശ്രമ കാര്യങ്ങളെല്ലാം പുതിയ തലമുറയിലുള്ളവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരൊന്നും ഇത്തരം വീഡിയോകൾ കാണാറില്ല. അവർക്കൊന്നും ഇതിലൊന്നും ഒരു താല്പര്യമില്ല. നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പുതിയ തലമുറയിലുള്ള ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. ഇത് പഴയ തലമുറയിലുള്ള കുറേ പേരിങ്ങനെ പിറുപിറുക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ പുതിയ തലമുറയിലേക്ക് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാണാനോ കേൾക്കാനോ ചർച്ച ചെയ്യാനൊന്നും ആർക്ക് സമയമില്ല. ഞാനിത് നമ്മുടെ പഴയ തലമുറയിലുള്ള കുറച്ച് ഇതെല്ലാം കേട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് സംസാരിച്ചത്. ഇനി ഞാനും വിടുകയാണ് ഈ കാര്യം. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നം പോലെയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് പച്ചക്കറി കടയിൽ വന്ന് ഇദ്ദേഹത്തെ ഞാൻ കാണുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത്
ഞാൻ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഗുരുവുമായിട്ട് എന്ത് ബന്ധമാണെന്നുള്ളത് എനിക്കറിയില്ല. അമ്മയുമായിട്ട് ഏതോ രീതിയിൽ ബന്ധം ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ അരവിന്ദ മാമനെയൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു സ്നേഹം. കാര്യം അവർ ബന്ധം പറയുമ്പോൾ അത് അഹങ്കാരമാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം ഇദ്ദേഹത്തിനോടും തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇദ്ദേഹം പച്ചക്കറി കടയിൽ നിൽക്കുമ്പോൾ ഇത് ഗുരുവിൻ്റെ ഒരു കുടുംബാംഗമാണല്ലോ എന്നുള്ളൊരു ബഹുമാനത്തോടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി. അത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. ഞാൻ അദ്ദേഹത്തോടൊന്നും സംസാരിച്ചിട്ടില്ല, ഇന്നു വരെ സംസാരിച്ചിട്ടില്ല നേരിട്ട്. അന്നെന്ന് പറയുമ്പോൾ ഇയാൾ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് ഈ പുള്ളി ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇദ്ദേഹം അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് ബഹുമാനം തോന്നി. എന്നാൽ ഇന്ന് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടതോടുകൂടി നമ്മുടെ എല്ലാ ബഹുമാനവും പോയി. ഇപ്പൊ ശ്രീകൃഷ്ണന്റെ കുടുംബത്തിലാണ് കംസൻ ജനിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ കംസനെ ബഹുമാനിക്കുമോ? അദ്ദേഹത്തിന്റെ പ്രവൃത്തിയല്ലേ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ബുദ്ധന്റെ കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ കസിനായിട്ട് ദേവദത്തൻ ജനിച്ചത്. അദ്ദേഹം ആ പരമ്പരയെ മൊത്തം നശിപ്പിക്കാൻ അവസാനം വരെ ശ്രമിച്ചു. സൂക്ഷ്മ അവസ്ഥയിൽ പോയിട്ടും ബുദ്ധ മതത്തിനെതിരെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ മാനിക്കുന്നില്ല. അതുപോലെ ഈ പരമ്പരയ്ക്ക് ഒരു ഹാനിയായിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ ബഹുമാനങ്ങളും പോയി. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ആദ്യകാലത്ത് തന്നെ ആശ്രമ സ്വഭാവത്തിലെ സന്യാസിമാരെയും പിന്നെ ഗുരുവിൻ്റെ ബന്ധുക്കളെ എല്ലാവരോടും എനിക്ക് ബഹുമാനമാണ്. നമ്മുടെ വിശ്വാസികളെ പോലും എല്ലാവരോടും ബഹുമാനമാണ്. കാര്യം ഗുരുവിൻ്റെ ആൾക്കാരാണല്ലോ. അതാണ് നമ്മൾ പണ്ട് കാലത്തുള്ള ഒരു ശീലം. അപ്പം നമുക്ക് ആ ഒരു ബഹുമാനമാണ് ഉള്ളിൽ തോന്നുന്നത്. ഇന്നും ആ ബഹുമാനം വെച്ചുകൊണ്ടേ ഞാൻ സംസാരിക്കുള്ളൂ. എന്നെ സമീപിക്കുന്ന ഓരോരുത്തരും എന്നോട് ഫോണിലൊക്കെ പല പല പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ പറയുമ്പോൾ ഞാൻ സന്യാസിമാരെയും പിന്നെ മറ്റു വ്യക്തികളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ അധികാരികളെക്കുറിച്ചും എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ആത്മബോധത്തിലേക്ക് എങ്ങനെ ഉയരണം, സ്വയം എങ്ങനെ പരിണമിക്കണം, അങ്ങനെ നമ്മൾ ഓരോരുത്തരും മാറണം, ഇതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാറുള്ളത് ഓരോ വ്യക്തികളെടുത്തും. എന്നിട്ട് എന്നടുത്ത് ഭരണ സംവിധാനത്തെക്കുറിച്ച് പരാതി പറയുമ്പോൾ ഞാൻ പറയും, ഭരണ സംവിധാനങ്ങൾ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അതിന് ഉചിതമായ യോഗ്യതയിലേക്ക് വളർന്നാൽ മാത്രമേ നമുക്ക് ഉചിതമായ രീതിയിൽ ഭരണ സംവിധാനവും വളരൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ കാണുന്ന എല്ലാ കുറ്റങ്ങളും നമ്മുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെ തിരുത്താനുള്ള കടമ നമുക്കാണ്. നമ്മളൊരു സ്വപ്നത്തിൽ ഒരു തെറ്റായ ഒരു സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകണമെന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് നടക്കുമെന്നല്ല, നമ്മൾ പ്രാർത്ഥിച്ചതിനെ മാറ്റണം. അതുപോലെ തന്നെ മാനസിക ലോകമായി ഇവിടെ എന്ത് തെറ്റുകുറ്റങ്ങൾ കാണുന്നോ, എവിടെ കാണുന്നോ, അത് നമ്മളും കൂടെ കാണുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റണമെന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. അതിനനുസരിച്ച് നമ്മൾ ആ ഉത്തരവാദിത്തം മനസ്സിലാക്കി ജീവിച്ച് ഗുരുവിനെ ബഹുമാനിച്ച് ആ നവജ്യോതിയായിരിക്കുന്ന ആ ഗുരു മനുഷ്യരൂപത്തിൽ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതും ബഹുമാനിച്ച് ജീവിക്കുമ്പോൾ നമുക്കുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ശാന്തിയും സമാധാനവും ഐശ്വര്യവും സമ്പത്തും എല്ലാം താനേ വന്നു ചേരും എന്നുള്ള ഒരു സീക്രട്ടാണ് ആധ്യാത്മിക ആശ്രമ ജീവിതങ്ങൾ. അതുപോലുള്ളൊരു ജീവിതത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും മുന്നേറാൻ കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.